ഹലോ മക്കളെ, നമ്മൾ ഇന്നൊരു റിവിഷൻ ക്ലാസ് ആണ് എടുക്കുന്നത്. അതായത് എക്സാമിന് മുമ്പ് നമ്മൾ തീർച്ചയായും നോക്കിയിരിക്കേണ്ട ചില ഭാഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്നുള്ളത്, അല്ലേ? നമുക്ക് ഒരു ചാപ്റ്റർ തന്നെ SCERT ഇത് പഠിക്കാനുണ്ട്, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറഞ്ഞിട്ട്. അതുകൂടാതെ എല്ലാ PSC എക്സാമിൻ്റെ സിലബസിലും PSC പ്രത്യേകം എടുത്തു തരാറുണ്ട് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറഞ്ഞൊരു ഭാഗം, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അത് പഠിക്കേണ്ട ഒരു ഭാഗമാണ്. എല്ലാ എക്സാമിനും അതിൽ നിന്ന് ചോദ്യങ്ങളും വരാറുണ്ട്. അപ്പം നമ്മൾ ഇന്ന് നിങ്ങളെല്ലാ കാര്യങ്ങളും ഒന്ന് ഓടിച്ചു ഓർമ്മപ്പെടുത്താണ്, വളരെ റിലാക്സ് ചെയ്ത് ക്ലാസ് കേട്ടിരിക്കുക. അപ്പോൾ വിഭജനം, അല്ലെ? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയായിരുന്നു വിഭജനവും അതേ തുടർന്നുണ്ടായ അഭയാർത്ഥി പ്രവാഹവും, അല്ലെ? വിഭജനവും അഭയാർത്ഥി പ്രവാഹം എന്ന് പറഞ്ഞത്. ഈ ബ്രിട്ടൻ ഇന്ത്യയെന്നും പാകിസ്ഥാനെന്നും രണ്ട് ഭാഗങ്ങളായി തിരിച്ചു. എന്നിട്ട് നാട്ടുരാജ്യങ്ങൾക്ക് ഇന്ത്യയിൽ വേണമെങ്കിൽ ഇന്ത്യയിൽ ചേരാം, അല്ലെങ്കിൽ പാകിസ്ഥാനിൽ വേണമെങ്കിൽ പാകിസ്ഥാനിൽ ചേരാം, അല്ല സ്വതന്ത്രമായി നിൽക്കാനാണെങ്കിൽ അങ്ങനെ നിൽക്കാം എന്നുള്ളൊരു അധികാരം നൽകിക്കൊണ്ടാണ് ബ്രിട്ടൻ ഇന്ത്യ വിടുന്നത്. ഒന്നില്ലെങ്കിൽ ഇന്ത്യയിൽ ചേരാം, അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ചേരാം, അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സ്വതന്ത്രമായിട്ടും നിൽക്കാനുള്ള അധികാരം നൽകി. അപ്പോൾ ഈ നാട്ടുരാജ്യങ്ങളെ മുഴുവനും ഇന്ത്യൻ യൂണിയനിൽ ചേർക്കുക എന്നുള്ളത് വലിയൊരു ബുദ്ധിമുട്ട് നിറഞ്ഞ കാര്യം തന്നെയായിരുന്നു. അപ്പോൾ ഇതിന്റെ ചുമതല ആർക്കായിരുന്നു? നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലിനായിരുന്നു, അല്ലേ? കാരണം എന്താണ്? നമ്മുടെ കേന്ദ്ര മന്ത്രിസഭയിൽ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പിന്റെ ചുമതല ആർക്കായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേലിനായിരുന്നു. അപ്പോൾ നമ്മുടെ കേന്ദ്ര മന്ത്രിസഭയിലെ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പിന്റെ ചുമതലയുണ്ടായിരുന്നത് സർദാർ വല്ലഭായ് പട്ടേലിനാണ്. അതേപോലെ തന്നെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ആയിരുന്നത് VP മേനോനാണ്. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ആയിരുന്നത് VP മേനോനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് രണ്ടുപേർക്കാണ് ഈ ചുമതല, ഇന്ത്യൻ യൂണിയനിലെ എല്ലാ നാട്ടുരാജ്യങ്ങളെയും ചേർക്കുക എന്നുള്ളത്. അപ്പൊ ഇതിനു വേണ്ടി ഇവര് ലയന കരാർ തയ്യാറാക്കിയില്ല. അതിന് നമ്മൾ ഇൻസ്ട്രുമെന്റ് ഓഫ് അസെഷൻ എന്ന് പറയും. ഇൻസ്ട്രുമെന്റ് ഓഫ് അസെഷൻ എന്ന് പറയും, ലയന കരാർ. ഇനി ലയന കരാർ അനുസരിച്ചിട്ട് നാട്ടുരാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറേണ്ട വകുപ്പുകളുണ്ട്. അതെടുത്ത് ചോദിക്കാറുണ്ട്. താഴെ തന്നിരിക്കുന്നവയിൽ ഏത് വകുപ്പാണ് കൈമാറേണ്ടത്, അല്ലെങ്കിൽ അതിൽ ഉൾപ്പെടാത്തത് ഏത് എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഏതൊക്കെ വകുപ്പുകളാണ് ഈ ലയന കരാർ പ്രകാരം നമ്മുടെ കേന്ദ്ര സർക്കാരിന് കൈമാറേണ്ടത്? ഒന്ന് പ്രതിരോധം, അല്ലെ? രാജ്യസുരക്ഷ എന്നുള്ള കാര്യം, പ്രതിരോധം. രണ്ടാമത്തത് വിദേശകാര്യം. മൂന്നാമത്തത് വാർത്താവിനിമയം. ഈ മൂന്ന് കാര്യങ്ങളും ഈ ലയന കരാർ പ്രകാരം ഈ മൂന്ന് കാര്യങ്ങളും ആർക്ക് കൈമാറണം? നമ്മുടെ കേന്ദ്ര സർക്കാരിനെ കൈമാറണം. ആ മൂന്ന് വകുപ്പുകൾ ശ്രദ്ധിച്ചു വെക്കുക. ലയന കരാർ അനുസരിച്ച് നാട്ടുരാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറേണ്ട വകുപ്പുകളാണ് പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം. പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം. പിന്നെ നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, അല്ലെ? മൂന്ന് നാട്ടുരാജ്യങ്ങളാണ് ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വേണ്ടി വിസമ്മതിച്ചു നിന്നത്. ഏതൊക്കെയാണ്? ഹൈദരാബാദ്, ജുനഗണ്ഡ്, കാശ്മീർ. ഹൈദരാബാദ്, ജുനഗണ്ഡ്, കാശ്മീർ. ആ ജുനഗണ്ഡ് തന്നെ ജനഹിത പരിശോധന, അല്ലെ? ജുനഗണ്ഡിനെ ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർത്തത് എങ്ങനെയാണ്? ജനഹിത പരിശോധനയിലൂടെയാണ് ചേർത്തത്. ജുനഗണ്ഡ് ജനഹിത പരിശോധന, ജനഹിത പരിശോധന. പിന്നെ ഹൈദരാബാദ് നമുക്കറിയാലോ, ഹൈദരാബാദിൽ നിസാമൊക്കെ ആയിരുന്നില്ല ആ സമയത്ത് ഉണ്ടായിരുന്നത്. അപ്പൊ ഹൈദരാബാദ് നമുക്ക് പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. അത് ഓപ്പറേഷൻ പോളോ നടത്തിക്കൊണ്ട് ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർത്തു. ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ചിരുന്ന മറ്റൊരു നാട്ടുരാജ്യമാണ് കാശ്മീർ, അല്ലെ? കാശ്മീരിൽ രാജ ഹരിസിംഗ് ആയിരുന്നു. അത് PSC ചോദിച്ചിട്ടുള്ളതാണ്. ഇൻസ്ട്രുമെന്റ് ഓഫ് അസെഷനിൽ ഒപ്പുവെച്ച കാശ്മീരിലെ രാജാവ് ആരെന്ന്? അത് രാജ ഹരിസിംഗ് ആണ്. ആദ്യം അവര് ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ചു നിന്നു എങ്കിലും പിന്നീട് രാജ ഹരിസിംഗ് ഇൻസ്ട്രുമെന്റ് ഓഫ് അസെഷനിൽ ഒപ്പുവെക്കുകയാണ് ഉണ്ടായത്. ഈ ഇൻസ്ട്രുമെന്റ് ഓഫ് അസെഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ലയന കരാറാണ്. ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ സമ്മതം അറിയിച്ചുകൊണ്ട് നാട്ടുരാജ്യങ്ങൾ ഒപ്പുവെക്കുന്ന ഒരു ലയന കരാറാണ് ഇൻസ്ട്രുമെന്റ് ഓഫ് അസെഷൻ എന്ന് പറയുന്നത്. ഏകദേശം 562 നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നതിൽ 559 നാട്ടുരാജ്യങ്ങളും ഈ ഇൻസ്ട്രുമെന്റ് ഓഫ് അസെഷനിൽ ഒപ്പുവെച്ചു. അതിൽ ആദ്യം ഒപ്പുവെച്ചത് നമ്മുടെ ട്രാവൻകൂർ ദിവാനാണ് ഇൻസ്ട്രുമെന്റ് ഓഫ് അസെഷനിൽ ആദ്യം ഒപ്പുവെച്ചത്. PSC സ്ഥിരം ചോദിക്കാറുള്ളത് ഈ മൂന്ന് നാട്ടുരാജ്യങ്ങളെ കുറിച്ചാണ്. ജുനഗഡ് ജനഹിത പരിശോധനയിലൂടെയാണ്, ഹൈദരാബാദ് ഓപ്പറേഷൻ പോളോയിലൂടെയാണ്, അതേപോലെ കാശ്മീർ ആദ്യം വിട്ടുനിന്നു എങ്കിലും പിന്നീട് ഇൻസ്ട്രുമെന്റ് ഓഫ് അസെഷനിൽ അദ്ദേഹം ഒപ്പുവെക്കാൻ രാജ ഹരിസിംഗ് ഒപ്പുവെച്ച് ഇന്ത്യൻ യൂണിയനിൽ ചേരുകയാണ് ഉണ്ടായത്. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചു വെക്കാം. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്കുവച്ച രണ്ട് വ്യക്തികളാണ് സർദാർ വല്ലഭായ് പട്ടേലും VP മേനോൻ എന്നുള്ളതും. സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് പറയുന്നത് ആ സമയത്ത് കേന്ദ്ര
മന്ത്രിസഭയിലെ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പിന്റെ ചുമതലയുള്ള വ്യക്തിയായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ. അതുപോലെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ആയിരുന്നു ആര്, VP മേനോൻ എന്നുള്ളത്, VP മേനോൻ. അപ്പൊ ഇവർ രണ്ടുപേരുമാണ് നമ്മുടെ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത്. അതിൽ VP മേനോനെ കുറിച്ച് അദ്ദേഹം ഒരു മലയാളിയാണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. കുറച്ചും കൂടി ഡീറ്റെയിൽ കാര്യങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ബോക്സിലായി നൽകിയിട്ടുണ്ട്, അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. VP മേനോൻ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അദ്ദേഹം എവിടെയാണ് ജനിച്ചത്? പാലക്കാട് ഒറ്റപ്പാലത്താണ് ജനിച്ചത്. അദ്ദേഹം ഒരു മലയാളിയാണ് അല്ലെ. ആദ്യകാല സമയത്ത് ഡൽഹി സെക്രട്ടേറിയറ്റിലെ ക്ലർക്കായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത്. ഡൽഹി സെക്രട്ടേറിയറ്റിലെ ഒരു ക്ലർക്കായിരുന്നു അദ്ദേഹം. പിന്നെ ഈ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്ക് വഹിച്ചൊരു വ്യക്തി കൂടിയാണ് VP മേനോൻ. VP മേനോൻ ഒറീസയുടെ ഗവർണറായി ചുമതലയേറ്റ വർഷം ഏതാണ്? 1952. VP മേനോൻ ഒറീസയുടെയാണ്, ശ്രദ്ധിക്കുക, ഒറീസയുടെ ഗവർണറായി ചുമതലയേറ്റത് 1952. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ 2 കൃതികളും ചോദിക്കാറുണ്ട്. നമുക്ക് അദ്ദേഹവുമായി റിലേറ്റ് ചെയ്ത് പെട്ടെന്ന് ഓർക്കാൻ പറ്റുന്ന കൃതികൾ തന്നെയാണ്. ആ കൃതികൾ ശ്രദ്ധിക്കുക, രണ്ടും സിമ്പിളാണ് പഠിക്കാൻ. ആദ്യം തന്നെ നമുക്ക് പവർ കൈമാറി, ഇന്ത്യക്ക് പവർ കൈമാറി, ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ. അതിനുശേഷം എല്ലാ ഇന്ത്യൻ സ്റ്റേറ്റിനെയും ഒരുമിപ്പിച്ചാക്കി, ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്നുള്ളതും ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് എന്നുള്ളതും ആരുടെ കൃതികളാണ്? അത് നമ്മുടെ VP മേനോന്റെ കൃതികളാണ്. അപ്പൊ ഈ ചോദ്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. VP മേനോന്റെ കാര്യങ്ങൾ, സർദാർ വല്ലഭായ് പട്ടേലിന്റെ കാര്യങ്ങൾ, അതുപോലെ വകുപ്പുകൾ, പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം, പിന്നെ അതുപോലെ ഇത് യൂണിയനിൽ ചേരാൻ വേണ്ടി വിസമ്മതിച്ച രാജ്യങ്ങൾ, ഇതൊക്കെ സ്ഥിരം ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ്. പിന്നെ അതേപോലെ തന്നെ ഈ ബ്രിട്ടൻ ഇന്ത്യ വിട്ടുപോയി എന്നുണ്ടെങ്കിലും എല്ലാ വിദേശ ശക്തികളും ഇന്ത്യയിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നോ? ഇല്ല അല്ലെ. പോർച്ചുഗീസുകാർ പോയിട്ടുണ്ടായിരുന്നില്ല, ഫ്രഞ്ചുകാരൊന്നും തന്നെ പോയിട്ടുണ്ടായിരുന്നില്ല. ഈ പോർച്ചുഗീസുകാർക്ക് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും കോളനികൾ ഉണ്ടായിരുന്നു. എവിടെയൊക്കെയാണ് പോർച്ചുഗീസുകാർക്ക് കോളനികൾ ഉണ്ടായിരുന്നത്? പ്രധാനമായിട്ട് ഗോവ, ദാമൻ ദിയു അല്ലെ. ഗോവയിലും ദാമൻ ദിയുലും. ഗോവ നമുക്കറിയാലോ, ഗോവ ഒരു ഓപ്പറേഷൻ വഴിയാണ് ഇന്ത്യ തിരിച്ചു പിടിച്ചത്. ഏതാണ് ആ ഓപ്പറേഷൻ? ഓപ്പറേഷൻ വിജയ് അല്ലെ. നമ്മൾ നേരത്തെ ഓപ്പറേഷൻ പോളോ പറഞ്ഞു. ഓപ്പറേഷൻ പോളോ എന്നുള്ളത് ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കാൻ വേണ്ടിയുള്ള ഓപ്പറേഷൻ ആയിരുന്നു. ഇത് ഓപ്പറേഷൻ വിജയ് എന്നുള്ളത് ഗോവയെ ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടി നടന്ന ഓപ്പറേഷനാണ് ഓപ്പറേഷൻ വിജയ് എന്നുള്ളത്. പിന്നെ ഈ ഓപ്പറേഷൻ വിജയ്ക്ക് ശേഷം ഈ പോർച്ചുഗീസുകാരുടെ അധിനിവേശ പ്രദേശങ്ങൾ ഇന്ത്യയോട് കൂട്ടിച്ചേർത്തത് എന്നാണെന്ന് വെച്ചാൽ 1961 അല്ലെ. നമ്മൾ പറയും ഏറ്റവും ആദ്യം ഇന്ത്യയിലേക്ക് വന്നത് പോർച്ചുഗീസുകാരാണ്, ഏറ്റവും അവസാനം ഇവിടെ നിന്ന് പോയതും പോർച്ചുഗീസുകാരാണ്. ഏറ്റവും ആദ്യം വന്നതും പോർച്ചുഗീസുകാരാണ്, ഇന്ത്യയിൽ നിന്ന് ഏറ്റവും അവസാനം പോയതും പോർച്ചുഗീസുകാരാണ് അല്ലെ. എന്നാണ് അവർ പോയത്? 1961. വർഷം മറക്കരുത്, 1961. ഇന്ത്യയിൽ ആദ്യം ആധിപത്യം സ്ഥാപിച്ചതും ഏറ്റവും ഒടുവിൽ അധികാരം കൈവിട്ടതും ഏത് യൂറോപ്യൻ ശക്തിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പോർച്ചുഗീസുകാരാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. പിന്നെ അതേപോലെ തന്നെ ഫ്രഞ്ചുകാർക്കും ഇവിടെ ഉണ്ടായിരുന്നു അല്ലെ. ഫ്രഞ്ച് അധിനിവേശ സ്ഥലങ്ങളും നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. എവിടെയൊക്കെയാണ്? പുതുച്ചേരി, കാരക്കല്, മാഹി, യാനം. പുതുച്ചേരി, കാരക്കല്, മാഹി, യാനം, ഈ സ്ഥലങ്ങളൊക്കെ ഫ്രഞ്ച് അധിനിവേശ സ്ഥലങ്ങളായിരുന്നു അല്ലെ. ഫ്രഞ്ചുകാര് ഇവിടെ നിന്ന് പൂർണ്ണമായും വിട്ടൊഴിഞ്ഞത് 1954. ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങൾ പൂർണ്ണമായിട്ടും ഇന്ത്യയോട് കൂട്ടിച്ചേർക്കപ്പെട്ട വർഷം 1954. 1954. അപ്പൊ നമ്മൾ ഏതൊക്കെ വർഷം ഇവിടെ പറഞ്ഞു? നമ്മുടെ VP മേനോൻ ഒറീസയുടെ ഗവർണർ ആയിട്ടിരുന്നത് 1952 പറഞ്ഞു അല്ലെ. 1952 നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങൾ ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർത്തത് 1954. 1954. അതുപോലെ പോർച്ചുഗീസ് അധിനിവേശ പ്രദേശങ്ങൾ ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർത്തത് 1961. പിന്നെ അതേപോലെ തന്നെ ഈ വിഭജനവുമായി ബന്ധപ്പെട്ട് കുറച്ച് സിനിമകളൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലെ. അതും PSC ചോദിക്കാറുണ്ട്, കാരണം നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ കെടുക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അപ്പോൾ ഒന്നാമത്തെ സിനിമ മേഘേ ധാക്കധാര എന്നുള്ളത്. അതിന്റെ സംവിധായകൻ എന്ന് പറയുന്നത് ഋത്വിക് കട്ടക്കാണ്. അപ്പൊ അത് ഓർക്കാൻ വേണ്ടിയിട്ട് നമ്മളിതൊക്കെ എന്തോരം പഠിച്ചാലും മറന്നുപോകും. അപ്പൊ എക്സാം ഹാളിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ആ ആൻസർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മുടെ മൈൻഡിൽ കത്തണം അല്ലെ. അതിന് വേണ്ടിയിട്ട് ഈ മേഘേ ധാക്കധാര എന്ന് പറയുമ്പോൾ മേഘങ്ങളല്ലേ നമ്മുടെ മനസ്സിലേക്ക് വരാം. സാധാരണ ഈ ഇതിലൊക്കെ വിമാനങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്നവർ പറയാറുണ്ട്, നമ്മുടെ റോട്ടിലുള്ള ഗട്ടറുകൾ ഉണ്ടല്ലോ, അതേപോലെ തന്നെയുള്ള എയർ പോക്കറ്റുകൾ നമ്മുടെ ഇതിലും
വിമാനത്തിൽ പോകുമ്പോഴും ഇത്തരത്തിൽ ഇങ്ങനെ ഗട്ടറിൽ ചാടുന്ന പോലെ ഇങ്ങനെ എയർ പോക്കറ്റുകളിൽ ചെന്നിട്ട് ഫ്ലൈറ്റ് വീഴും അല്ലെ, ഇങ്ങനെ പ്ലെയിൻ വീഴും എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലേ. അപ്പൊ അങ്ങനെ ചിന്തിച്ചാൽ മതി. അതായത് മേഘേ ദാക്ക ധാര എന്ന് പറയുമ്പോൾ മേഘങ്ങളുടെ ഉള്ളിലും ഗട്ടറുകൾ ഉണ്ടെന്ന് ഓർക്കുക, ഗട്ടറുകൾ ഉണ്ട് എന്ന് ഓർക്കുക. അപ്പൊ മേഘേ ദാക്ക ധാര എന്ന് പറയുമ്പോൾ ഋദ്ദിക്ക് കട്ടക്കാണ്, ഋദ്ദിക്ക് കട്ടക്ക്. ഇത് പെട്ടെന്ന് ഓർക്കുമ്പോൾ കിട്ടില്ലെങ്കിലും എക്സാം ഹാളിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആൻസർ കിട്ടും. അപ്പൊ മേഘേ ദാക്ക ധാര എന്ന് പറയുമ്പോൾ ആ സിനിമ ആരാണ്? നമ്മുടെ മേഘങ്ങളുടെ ഉള്ളിലും ഗട്ടറുകൾ ഉണ്ടല്ലേ. അപ്പൊ ഘട്ടക്കാണ്, ഘട്ടക്ക്. എന്ത് ഘട്ടക്കാണ്? ഋദ്വിക് ഘട്ടക്കാണ്, ഋദ്വിക് ഘട്ടക്കാണ്. അടുത്തത് ഗരം ഹവ. ഗരം ഹവ എന്നുള്ളത് MS സത്യു ആണ്. ഗരം ഹവ MS സത്യു, ഗരം ഹവ MS സത്യു ആണ്. അതുപോലെ തമസ്. തമസ് എന്നുള്ളത് ഗോവിന്ദ് നിഹലാനി. ഗോവിന്ദ് നിഹലാനിയാണ് തമസ് എന്നുള്ളത്. ഈ നിഹലാനി എന്ന് പറയുമ്പോഴേ നമ്മൾ സാധാരണ നിശ, നിശീദിനി എന്നൊക്കെ ഉള്ളത് രാത്രിയുടെ പര്യായങ്ങളാണ് അല്ലെ. അപ്പൊ അതേപോലെ ഞാൻ ഓർത്തു വെക്കാൻ പറ്റുമെന്ന് നോക്കാം. നിഹലാനി, നിഹലാനി എന്ന് പറയുമ്പോൾ നിശ, നിശീദിനി എന്നൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മ വരാണെങ്കിൽ നിങ്ങൾക്ക് തമസുമായിട്ട് ബന്ധിപ്പിക്കാൻ പറ്റും. തമസ് എന്നുള്ള സിനിമയാണ് നിഹലാനി സംവിധാനം ചെയ്തത്. തമസ് എന്നുള്ള സിനിമയാണ് നിഹലാനി സംവിധാനം ചെയ്തത്. പിന്നെ ട്രെയിൻ ടു പാകിസ്ഥാൻ, അത് സുഖമാണ്. ട്രെയിൻ ടു പാകിസ്ഥാൻ. ട്രെയിൻ ടു പാകിസ്ഥാൻ എന്നുള്ളത് ഒരു വലിയ റോക്കിന്റെ ഉള്ളിലേക്ക് നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഈ ടണലുകളുടെ ഉള്ളിൽ കൂടെ പോകില്ലേ, വലിയ പാറകളുടെയൊക്കെ മലകളുടെ ഉള്ളിൽ കൂടെ, ടണലുകളുടെ ഉള്ളിൽ കൂടെ പോകില്ലേ. അപ്പൊ ഒരു റോക്കിന്റെ ഉള്ളിൽ കൂടെയാണ് പാകിസ്ഥാനേക്ക് പോണതെന്ന് ചിന്തിച്ചാൽ മതി. അപ്പൊ റൂക്സ് എന്ന് കിട്ടും, റൂക്സ്. അപ്പൊ ട്രെയിൻ ടു പാകിസ്ഥാൻ ആരാണ് സംവിധാനം ചെയ്തത്? പമേല റൂക്സ് ആണ്. അപ്പൊ ഇനി ഓർത്ത് നോക്കിയൊന്ന്, മേഘേ ദാക്ക ധാര. മേഘത്തിൽ കുറെ ഗട്ടറുകൾ ഉണ്ട്. അപ്പൊ ഋദ്ദിക് ഘട്ടക്കാണ് മേഘേ ദാക്ക ധാര എന്നുള്ള സിനിമ സംവിധാനം ചെയ്തത്. തമസ് എന്ന് പറയുമ്പോൾ നിശ, നിശീദിനി അല്ലെ. അപ്പൊ നിഹലാനി, തമസ് ആരാണ്? നിഹലാനിയാണ്. എന്ത് നിഹലാനിയാണ്? ഗോവിന്ദ് നിഹലാനിയാണ്. ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ പോകുന്നത്, പാകിസ്ഥാനിലേക്ക് ട്രെയിനിൽ പോകുന്നത് കുറെ റോക്കുകളുടെ, കുറെ പാറകളുടെ ഉള്ളിൽ കൂടെയാണ്, കുറെ ഗുഹകളുടെ ഉള്ളിൽ കൂടെയാണ് അല്ലെ. അപ്പൊ റോക്കിന്റെ ഉള്ളിൽ കൂടെയാണ്. റൂക്സ്. എന്ത് റൂക്സ് ആണ്? പമേല റൂക്സ് ആണ് ട്രെയിൻ ടു പാകിസ്ഥാൻ. ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ട്രെയിൻ ടു പാകിസ്ഥാൻ എന്നുള്ള സിനിമ സംവിധാനം ചെയ്തത് പമേല റൂക്സ് ആണ്. പിന്നെ അവിടെ പഠിക്കാനുള്ളത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഗരം ഹവ എന്നുള്ളത് MS സത്യു. ഗരം ഹവ എന്നുള്ളത് MS സത്യു. അത് ഓർക്കാൻ എന്തെങ്കിലും കോഡ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഈ വിഭജനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോറിന്റെ കുറച്ച് വരികൾ നൽകിയിട്ടുണ്ട് SCERT ടെക്സ്റ്റ് ബുക്കിൽ. അതൊന്ന് വായിക്കാൻ ശ്രദ്ധിക്കാൻ. ആ വരികളൊന്ന്: വിധിയുടെ ചക്രങ്ങൾ ഒരു നാൾ ഇന്ത്യ ഉപേക്ഷിക്കാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിതരാക്കും. പക്ഷെ ഏത് രൂപത്തിലുള്ള ഇന്ത്യയാവും അവർ ഇവിടെ ഉപേക്ഷിച്ചു പോകുക? നൂറ്റാണ്ടുകളായുള്ള അവരുടെ ഭരണത്തിന്റെ അരുവി അവസാനം വറ്റി വരണ്ടു പോകുമ്പോൾ അവർ വിട്ടുപോകുന്നത് ചെളിയുടെയും അഴുക്കിന്റെയും കൂമ്പാരമായിരിക്കും എന്ന് പറഞ്ഞത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോറാണ്. അതായത് വിധി എന്തായാലും ഒരു ദിവസം അവരെ ഇന്ത്യ വിട്ടുപോകാൻ നിർബന്ധിതരാക്കും. പക്ഷെ അവരിവിടെ ഉപേക്ഷിച്ചു പോകുന്ന ഇന്ത്യ എത്രത്തിലുള്ളതായിരിക്കും എന്നുള്ളൊരു ആശങ്കയാണ് ആര് പറഞ്ഞത്? ഇവിടെ രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞത് അല്ലെ. അവരുടെ ആ അരുവി, ആ അധിനിവേശത്തിന്റെ ആ അരുവി വറ്റി വരണ്ടു പോകുമ്പോൾ അവരുടെ ഉപേക്ഷിച്ചു പോകുന്നത് ചെളിയുടെയും അഴുക്കിന്റെയും കൂമ്പാരമായിരിക്കും എന്നാണ് രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞത്. അപ്പൊ ആ വരികൾ ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. അത് ആരാണ് പറഞ്ഞത്? രവീന്ദ്രനാഥ ടാഗോർ. ഒന്നും കൂടി ആ വരികൾ വായിക്കാം. വിധിയുടെ ചക്രങ്ങൾ ഒരു നാൾ ഇന്ത്യ ഉപേക്ഷിച്ചു പോകാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിതരാക്കും. പക്ഷേ ഏത് രൂപത്തിലുള്ള ഇന്ത്യയെയാവും അവർ ഇവിടെ ഉപേക്ഷിച്ചു പോകുക? നൂറ്റാണ്ടുകളായുള്ള അവരുടെ ഭരണത്തിന്റെ അരുവി അവസാനം വറ്റി വരണ്ടു പോകുമ്പോൾ അവർ വിട്ടുപോകുന്നത് ചെളിയുടെയും അഴുക്കിന്റെയും കൂമ്പാരമായിരിക്കും എന്ന് പറഞ്ഞത് രവീന്ദ്രനാഥ ടാഗോറാണ്. അതേപോലെ തന്നെ നമ്മുടെ ആരാണ്? ഗാന്ധിജിയുടെ മരണവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുണ്ട്. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഡൽഹിയിലെ പ്രാർത്ഥനാ യോഗ സ്ഥലത്ത് വെച്ചിട്ടാണ് അല്ലെ ഗാന്ധിജി വെടിയേറ്റ് മരിച്ചത്. ഡൽഹിയിലെ പ്രാർത്ഥനാ യോഗ സ്ഥലത്ത് വെച്ചിട്ടാണ് ഗാന്ധിജി വെടിയേറ്റ് മരിച്ചത്. എന്നാണ്? 1948 ജനുവരി 30-നാണ്. 1948 ജനുവരി 30-നാണ് ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നത് നാഥുറാം വിനായക് ഗോഡ്സെയാണ്. നാഥുറാം വിനായക് ഗോഡ്സെയാണ്. ഇനി അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നെഹ്റു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു: നമ്മുടെ ജീവിതത്തിൽ പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ആരാണ് പറഞ്ഞത്? നെഹ്റു ആണ് പറഞ്ഞത്. എന്തുമായി ബന്ധപ്പെട്ടാണ്? ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ചാണ് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞത്. എന്ത്? നമ്മുടെ ജീവിതത്തിൽ പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ് എന്ന് പറഞ്ഞത് നെഹ്റു ആണ്. ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ചാണ് പറഞ്ഞത് എന്നുള്ള കാര്യം കൂടിയും അവിടെ ഓർത്തിരിക്കാം.
അടുത്തത് പറയുന്നത് ഭരണഘടനയുടെ രൂപീകരണവും ആദ്യ പൊതുതെരഞ്ഞെടുപ്പാണ്. ഭരണഘടനയുടെ രൂപീകരണം എന്നുള്ളത് നമുക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കണം. നമുക്ക് വേറെ ക്ലാസ്സിൽ നോക്കാമെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടതും PSC സ്ഥിരം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന കാര്യങ്ങളും ജസ്റ്റ് പറഞ്ഞു പോകാം. ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ഇന്ത്യയുടെ രാഷ്ട്ര രൂപീകരണത്തിന്റെ ഒരു അടിത്തറയാണ്, അല്ലെ? ഇന്ത്യയുടെ രാഷ്ട്ര രൂപീകരണത്തിന്റെ ഒരു അടിത്തറയാണ്. എല്ലാ നിയമങ്ങളും ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഉത്ഭവിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ്? ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നാണ്, അല്ലെ? എല്ലാ നിയമങ്ങളും സത്ത് അല്ലെങ്കിൽ അതിന്റെ ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് തന്നെയാണ് നമുക്ക് പറയാം. ഇനി ഇന്ത്യൻ ഭരണഘടന എന്നുള്ള ആശയം ആദ്യം പറഞ്ഞത് MN റോയ് ആണ്, അല്ലെ? ആദ്യം പറഞ്ഞത് MN റോയ് ആണ്. എന്നാൽ ആദ്യം പറഞ്ഞ രാഷ്ട്രീയ പാർട്ടി ഏതെന്ന് ചോദിച്ചാൽ സ്വരാജ് പാർട്ടിയാണ് ആദ്യം പറഞ്ഞ പാർട്ടി എന്നുള്ളത്. ഇനി ഇത് മുന്നോട്ട് വെച്ചത് അല്ലെങ്കിൽ ഇങ്ങനൊരു ഭരണഘടന രൂപീകരിക്കാൻ വേണ്ടി ഭരണഘടനാ നിർമ്മാണ സഭ എന്നുള്ളൊരു കാര്യം ശുപാർശ ചെയ്തത് ക്യാബിനറ്റ് മിഷൻ ആണ്, അല്ലെ? ക്യാബിനറ്റ് മിഷൻ 1946 മാർച്ച് 24 1946 മാർച്ച് 24 ഇന്ത്യയിൽ എത്തിച്ചേർന്ന ക്യാബിനറ്റ് മിഷനാണ് ഇങ്ങനെ ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാൻ വേണ്ടിയിട്ട് ശുപാർശ ചെയ്തത്. ഇനി അങ്ങനെ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചതും 1946 തന്നെയാണ്. അപ്പോൾ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തിയതും 1946 ക്യാബിനറ്റ് മിഷന്റെ ശുപാർശ പ്രകാരം ഇങ്ങനെ ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചതും 1946 തന്നെയാണ്. ഈ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഒരുപാട് കമ്മിറ്റികളുണ്ട്, അല്ലെ? ആ കമ്മിറ്റികളൊക്കെ നമുക്ക് കോഡ് വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോ കമ്മിറ്റിയുടെ അധ്യക്ഷനൊക്കെ നമ്മൾ വളരെ സിമ്പിളായിട്ട് കോഡ് വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഭരണഘടനയിൽ പറയുമ്പോൾ വീണ്ടും പറയാം. അപ്പോൾ ഈ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റി എന്ന് പറയുന്നത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ്. ഭരണഘടന എഴുതി തയ്യാറാക്കുന്നതിനായിട്ട് നിയമിച്ച കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്നുള്ളത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? BR അംബേദ്കർ ആയിരുന്നു, അല്ലെ? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാന് BR അംബേദ്കർ ആയിരുന്നു. BR അംബേദ്കറിനെ കൂടാതെ തന്നെ അതിൽ 6 അംഗങ്ങളും കൂടി ഉണ്ടായിരുന്നു. ടോട്ടൽ എത്ര അംഗങ്ങൾ? 7 അംഗങ്ങളാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. ടോട്ടൽ എത്ര അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്? 7 അംഗങ്ങളാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. അപ്പം നമ്മുടെ BR അംബേദ്കർ ആണ് ചെയർമാൻ എന്നറിയാം. അത് കൂടാതെ പിന്നെ ഏതൊക്കെ മെമ്പേഴ്സാണ് അതിലുണ്ടായിരുന്നത്? അപ്പോൾ ഓർക്കാൻ വേണ്ടി ജസ്റ്റ് പറയാണ്, ഒരു കോഡ് പോലെ പറയാണ്, നിങ്ങളുടെ മനസ്സിലൊന്ന് വിഷ്വലൈസ് ചെയ്യാം. ബാക്കി ഉണ്ടായിരുന്നാണ് ഒരു മുൻകോപി ആയിട്ടുള്ള ഒരാൾ ഭയങ്കര മുൻകോപി ആയിട്ടുള്ള ഒരാൾ, എന്നാൽ മറ്റൊരാൾ ഭയങ്കര സാധു ആയിട്ടുള്ള ഒരാൾ. ഒരാൾ മുൻകോപി ആയിട്ടുള്ള ഒരാളും മറ്റൊരാൾ സാധു ആയിട്ടുള്ള ഒരാളും. ഇവർ രണ്ടുപേരും എപ്പോഴും അടിയാണ്. ഈ മുൻകോപി ആയിട്ടുള്ള ആളും ഈ സാധു ആയിട്ടുള്ള ആളും എപ്പോഴും അടിയാണ്. ഇനി ഇവരെന്തിനു വേണ്ടിയാണ് അടി കൂടണമെന്ന് വെച്ചാൽ പാലിന് വേണ്ടിയിട്ടും മിച്ചറിന് വേണ്ടിയിട്ടാണ് ഇവർ അടി കൂടുന്നത്. പാലിന് വേണ്ടിയിട്ടും മിച്ചറിന് വേണ്ടിയിട്ടാണ് ഇവർ അടി കൂടുന്നത്. എന്നാൽ ഗേൽത്താൻ പോയി കഴിഞ്ഞാൽ, ഗേൽത്താൻ എന്ന് വെച്ചാൽ കളിക്കാൻ, ഗേൽ എന്ന് വെച്ചാൽ കളിയാണല്ലോ, അപ്പൊ ഗേൽത്താൻ എന്ന് പറയാം. കളിക്കാൻ പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല. അല്ലാത്തപ്പോഴും ഇവർ പാലിനും മിച്ചറിനും വേണ്ടി സ്ഥിരം അടിയാണ്. ആരൊക്കെയാണ് അടി കൂടുന്നത്? ഒരു മുൻകോപി ആയിട്ടുള്ള ഒരാളും ഒരു സാധു ആയിട്ടുള്ള ആളും. അപ്പൊ ജസ്റ്റ് മനസ്സിലൊന്ന് വിഷ്വലൈസ് ചെയ്യാം. അപ്പൊ ഈ മുൻകോപി ആയിട്ടുള്ള ആൾ എന്ന് പറയുന്നത് മുൻഷി, അല്ലെ? മുൻകോപി മുൻഷിയാണ്, KM മുൻഷിയാണ്. സാധു ആയിട്ടുള്ള ആളെന്ന് പറയുന്നത് മുഹമ്മദ് സാദുള്ളയാണ്. അപ്പൊ KM മുൻഷി, മുൻകോപി ആരാണ്? KM മുൻഷിയാണ്. സാധു ആയിട്ടുള്ള ആള് മുഹമ്മദ് സാദുള്ളയാണ്. ഇവരെപ്പോഴും അടിയല്ലേ? അപ്പൊ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ ഇവരെന്തിനു വേണ്ടിയാണ് അടി കൂടുന്നത്? പാലിന് വേണ്ടിയിട്ടും മിച്ചറിന് വേണ്ടിയിട്ടും. അപ്പൊ പാലെന്നുള്ളത് ഗോപാലസ്വാമി അയ്യങ്കാർ. പാലാരാണ്? ഗോപാലസ്വാമി. പാല്, അല്ലെ? ഗോപാലസ്വാമി അയ്യങ്കാറാണ്. ഗോക്കൾ എന്ന് പറയുന്നത് നമ്മൾ പശു ആണല്ലോ, അപ്പൊ നമുക്ക് ആ പാലും ഗോക്കളെയൊക്കെ ഒന്ന് കണക്ട് ചെയ്തിട്ട് ഗോപാലസ്വാമി അയ്യങ്കാർ. മിച്ചർ എന്നുള്ളത് മിത്തറാണ്, BL മിത്തർ. ഇനി ഇവർ ഗേൽത്താൻ പോയാൽ കുഴപ്പമില്ല എന്നല്ലേ പറഞ്ഞത്? അപ്പൊ ഗെയ്ത്താൻ DP ഗെയ്ത്താൻ, ഇങ്ങനെ 7 മെമ്പേഴ്സാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. അപ്പം പഠിക്കാത്തവർക്കോ അല്ലെങ്കിൽ എപ്പോഴും മറന്നു പോകുന്നവർക്കോ ഈ പേരുകൾ കൺഫ്യൂഷൻ വരുന്നവർക്കോ ഇങ്ങനെ ഓർത്തു വെച്ചാൽ പിന്നെ മറന്നു പോകില്ല. അപ്പം നമുക്കറിയാം ഇത് ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ BR അംബേദ്കർ ആണെന്ന് അറിയാം. അതിലെ മറ്റംഗങ്ങളാണ്, ഒരാൾ മുൻകോപിയാണ്, ഒരാൾ സാധു ആയിട്ടുള്ള ആളാണ്. ഇവർ തമ്മിൽ എപ്പോഴും അടിയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് അടി? പാലിനും മിച്ചറിനും വേണ്ടിയിട്ടാണ് അടി. എന്നാൽ ഗേൽത്താൻ പോയി കഴിഞ്ഞാൽ, കളിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, അല്ലെ? ഇവർക്ക്. അപ്പൊ മുൻകോപി മുൻഷിയാണ്, KM മുൻഷിയാണ്. സാധു ആയിട്ടുള്ള ആള് മുഹമ്മദ് സാദുള്ളയാണ്. അടിയാണെന്നുള്ളത് അല്ലാടി കൃഷ്ണസ്വാമി അയ്യരാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? പാലിനും മിച്ചറിന് വേണ്ടിയിട്ട്. പാല് ഗോപാലസ്വാമി, ആ ഗോക്കളും പാലും കൂടി അങ്ങോട്ട് കണക്ട് ചെയ്താൽ ഗോപാലസ്വാമി എന്ന് കിട്ടും. ഗോപാലസ്വാമി അയ്യങ്കാർ. പിന്നെ N ഗോപാലസ്വാമി അയ്യങ്കാർ. മിച്ചർ എന്നുള്ളത് BL മിത്തർ ആണ്. പിന്നെ ഗേൽത്താൻ പോയാൽ കുഴപ്പമില്ല എന്നുള്ളത് DP ഗെയ്ത്താൻ ആണ്.
ഇത് ആദ്യം ഉണ്ടായിരുന്ന മെമ്പേഴ്സാണ്. പിന്നെ ഇതിൽ 2 പേര് ഇതിൽ നിന്ന് പോയിട്ടുണ്ട്. അതായത് ഈ BL മിത്തർ രാജിവെച്ച് പോയി. BL മിത്തർ രാജിവെച്ച് പോയിട്ട് മാ തന്നെയാണ് വന്നത്. മാ പോയിട്ട് മിത്തർ എന്ന് പറയുമ്പോൾ മായല്ലേ, അപ്പൊ മാ പോയിട്ട് മാ തന്നെ വന്നു. ആര് വന്നു? N മാധവറാവു വന്നു. N മാധവറാവു വന്നു. അപ്പൊ മിത്തർ പോയിട്ട് മാധവറാവു വന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. മാ പോയിട്ട് മാ തന്നെയാണ് വരുന്നത്. മിത്തർ പോയിട്ട് ആരാണ് വരുന്നത്? മാധവറാവു ആണ് വരുന്നത്. അതേപോലെ DP ഗെയ്ത്താൻ എന്ന് പറയുമ്പോഴും ഗാ അല്ലേ വരുന്നത്? ഗാ. കക്കഗംഗയിലെ കാട ഒരു കൂട്ടുകാരൻ്റെ അല്ലേ ഗാ എന്ന് പറയുന്നത്. അപ്പൊ ഗെയ്ത്താൻ. പിന്നെ ഗെയ്ത്താൻ പോയിട്ട് വരുന്നത് TT കൃഷ്ണമാചാരിയാണ്. കൃഷ്ണമാചാരി അതും കായാണല്ലോ, കായയുടെ വർഗത്തിൽപ്പെട്ടവരല്ലേ 2 പേരും. അപ്പൊ ഗെയ്ത്താൻ പോയിട്ട് കൃഷ്ണമാചാരി വന്നു. ഗെയ്ത്താൻ മരണപ്പെടാനുണ്ടായത്. അപ്പൊ ഗെയ്ത്താൻ മരണപ്പെട്ടപ്പോൾ TT കൃഷ്ണമാചാരി പകരം വന്നു. അതും ഓർത്ത് വെക്കണം, PSC ചോദിച്ചിട്ടുള്ളതാണ്. മിത്തർ പോയിട്ട് മാധവറാവു ആണ് വരുന്നത്. N മാധവറാവു. മിത്തർ രാജിവെച്ച് പോകുന്നതാണ്, അതിന് പകരം N മാധവറാവു വരുന്നു. എന്നാൽ ഗെയ്ത്താൻ എന്നുള്ളത് മരണപ്പെടാണ് ചെയ്യുന്നത്. ഗെയ്ത്താൻ മരണപ്പെട്ടപ്പോൾ TT കൃഷ്ണമാചാരി വന്നു. പിന്നെ എല്ലാവർക്കും തെറ്റുന്ന ഒരു കാര്യമുണ്ട്, പെട്ടെന്ന് ചാടി കയറി ആൻസർ എഴുതും. അതായത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ BR അംബേദ്കർ ആണ്. എന്നാൽ നമ്മുടെ ഈ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ അല്ലെങ്കിൽ ചെയർമാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാടിക്കയറി BR അംബേദ്കർ എന്ന് എഴുതിയത്. ഇത് മിക്കപ്പോർക്കും കാണുമ്പോഴേക്കും ചാടിക്കയറി ആൻസർ ചെയ്യും. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. മിക്കപ്പോഴും ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരെന്ന് ചോദിച്ചിട്ട് ഓപ്ഷനിൽ ഈ നമ്മുടെ രാജേന്ദ്ര പ്രസാദ് ഉണ്ടെങ്കിൽ ചാടിക്കയറി രാജേന്ദ്ര പ്രസാദിനെ അങ്ങോട്ട് കറുപ്പിക്കും. ചോദ്യം എന്താണെന്ന് ശ്രദ്ധിക്കുക. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആണ് BR അംബേദ്കർ. ചോദ്യം നന്നായിട്ട് വായിച്ചു നോക്കാം. നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം, പക്ഷെ മിക്കപ്പോഴും തെറ്റിക്കാറുള്ള ഒരു കാര്യമാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഇത് വായിച്ചിട്ട് എഴുതുക. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി BR അംബേദ്കർ ആണ്. എന്നാൽ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരാണ്? അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. താൽക്കാലിക അധ്യക്ഷൻ നിങ്ങൾക്ക് അറിയാലോ. താൽക്കാലിക അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹയായിരുന്നു. അതൊക്കെ നിങ്ങൾ സ്ഥിരം പഠിച്ചിട്ടുണ്ടാവും. ആദ്യമായിട്ട് അഭിസംബോധന ചെയ്തത് ആരാണ്? അത് JB കൃപലാനിയാണ്. അങ്ങനെ ഏറ്റവും ഈ സഭയിലെ ഏറ്റവും പ്രായം കൂടിയിട്ടുള്ള അംഗമായിട്ടുള്ള സച്ചിദാനന്ദ സിൻഹയാണ് താൽക്കാലിക അധ്യക്ഷനായിട്ട് നിയമിക്കുന്നത്. പിന്നീട് തെരഞ്ഞെടുക്കപ്പെടുന്ന അധ്യക്ഷൻ അല്ലെങ്കിൽ സ്ഥിരം അധ്യക്ഷനാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത് അല്ലെങ്കിൽ ഇന്ത്യ റിപ്പബ്ലിക് ആയതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. അറിയാത്ത ആരും തന്നെ ഉണ്ടാവില്ല. 1950 ജനുവരി 26 അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മുടെ ദേശീയ പതാക, ദേശീയ ഗാനം, ദേശീയ ഗീതം അതൊക്കെ അംഗീകരിച്ചതും കൂടി നിങ്ങളൊന്ന് ഓർത്തു വെക്കണം. അതായത് നമുക്ക് ഇപ്പോൾ സ്വാതന്ത്ര്യത്തിന് മുമ്പ് എന്തായാലും പതാക ഉയർത്തണം അല്ലേ? പതാക ഉയർത്തണം. സ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ പതാക ഉയർത്തലാണല്ലോ. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ പതാക അംഗീകരിച്ചത് അതിന് മുമ്പായിട്ടാണ്. അപ്പോൾ 1947 ജൂലൈ 22 ഓഗസ്റ്റിൽ നമുക്ക് പതാക ഉയർത്തണം അല്ലേ? അപ്പം അതിന് തൊട്ട് മുമ്പായിട്ട് ജൂലൈ മാസത്തിൽ ജൂലൈ 22 1947 ജൂലൈ 22 നമ്മുടെ ദേശീയ പതാക അംഗീകരിക്കുന്നത്. ഇനി നമ്മൾ റിപ്പബ്ലിക് ആവുന്ന സമയത്ത് നമുക്ക് അതിൽ സീലും സൈനൊക്കെ വെക്കണം അല്ലേ? അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ദേശീയ മുദ്ര അംഗീകരിച്ചത് റിപ്പബ്ലിക് ദിനത്തിന്റെ അന്നാണ്, 1950 ജനുവരി 26. അതിൽ സീല് വെക്കാൻ അല്ലേ? നമ്മൾ ഭരണഘടന നിലവിൽ വന്നു എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് സീല് വെക്കണം അല്ലേ? അപ്പം അതിന് വേണ്ടിയിട്ട് ദേശീയ മുദ്ര നിലവിൽ വന്നത് അതേ റിപ്പബ്ലിക് ആയ ദിവസം തന്നെ 1950 ജനുവരി 26 എന്നാൽ ദേശീയ ഗാനവും ഗീതവും നിലവിൽ വന്നത് അതിന് 2 ദിവസം മുമ്പ് 1950 ജനുവരി 24 ഓർത്ത് വെക്കേണ്ട ഡേറ്റുകളാണ്, മറന്നു പോകരുത്. 1947 സ്വാതന്ത്ര്യം കിട്ടിയ അതേ വർഷം 1947 ജൂലൈ 22 നമ്മുടെ ദേശീയ പതാക അംഗീകരിക്കുന്നത്. ദേശീയ ഗാനവും ഗീതവും അംഗീകരിക്കുന്നത് നമ്മളെ റിപ്പബ്ലിക് ആവണതിന് അടുത്തായിട്ടാണ്. 1950 ജനുവരി 24 ദേശീയ ഗാനവും ദേശീയ ഗീതവും അംഗീകരിക്കുന്നത്. എന്നാൽ ദേശീയ മുദ്ര അംഗീകരിക്കുന്നത് 1950 ജനുവരി 26 റിപ്പബ്ലിക്കിന്റെ അന്ന് 1950 ജനുവരി 26 നമ്മുടെ ദേശീയ മുദ്ര, അശോകമുദ്രയില്ല, അത് അംഗീകരിക്കുന്നത്. എന്നാൽ ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ഉണ്ടല്ലോ, ദേശീയ കലണ്ടർ അംഗീകരിച്ചത് വീണ്ടും കുറച്ചും കൂടി നാൾ കഴിഞ്ഞിട്ടാണ്. 1957 1957 മാർച്ച് 22 നമ്മുടെ ദേശീയ കലണ്ടർ അംഗീകരിക്കുന്നത്. ഒന്നും കൂടി ഡേറ്റുകൾ പറയാണ് ഓർക്കാൻ വേണ്ടിയിട്ട്. ദേശീയ പതാക 1947 സ്വാതന്ത്ര്യം കിട്ടിയ അതേ വർഷം 1947 ജൂലൈ 22 ദേശീയ ഗാനവും ഗീതവും നമ്മൾ റിപ്പബ്ലിക് ആവുന്നതിന് 2 ദിവസം മുമ്പ് 1950 ജനുവരി 24 എന്നാൽ ദേശീയ മുദ്ര അംഗീകരിച്ചത് അതേ റിപ്പബ്ലിക് ആയ ദിവസം തന്നെ 1950 ജനുവരി 26 എന്നാൽ ദേശീയ കലണ്ടർ, നാഷണൽ കലണ്ടർ അല്ലെങ്കിൽ നമ്മുടെ ശകവർഷം, നമ്മുടെ ദേശീയ കലണ്ടറായിട്ട് നമ്മൾ അംഗീകരിച്ചത് 1957 മാർച്ച് 22 കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി അതേപോലെ തന്നെ നമ്മുടെ സംസ്ഥാനങ്ങളുടെ രൂപീകരണമായിട്ട് ബന്ധപ്പെട്ടല്ലേ PSC സ്ഥിരം ചോദിക്കാറുണ്ട്. അതായത് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചത് എന്നാണ്? അത് നാഗ്പൂർ സമ്മേളനത്തിലാണ് ഭാഷാടിസ്ഥാനത്തിൽ
സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ, അത് KPCC, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് അല്ലേ, നമ്മുടെ കേരളത്തിലും നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു. ഭാഷാടിസ്ഥാനത്തിൽ ഓരോ സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ, സംസ്ഥാനം എന്ന് പറയാൻ പറ്റില്ല കാരണം ആ സമയത്തൊന്നും സംസ്ഥാനങ്ങൾ രൂപപ്പെട്ടിട്ടില്ലല്ലോ, എങ്കിലും ഭാഷാടിസ്ഥാനത്തിൽ കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചത് നാഗ്പൂർ സമ്മേളനത്തിലാണ്. PSC സ്ഥിരം ചോദിക്കാറുണ്ട്, നാഗ്പൂർ സമ്മേളനത്തിലാണ്. ഇനി തെലുങ്ക് സംസാരിക്കുന്നവർക്ക് മാത്രമായിട്ട് ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കണം എന്നുള്ള ആവശ്യവുമായിട്ട് നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിച്ചത് ആരാണ്? പോറ്റി ശ്രീരാമലു ആണ്. 58 ദിവസത്തെ നിരാഹാര സത്യാഗ്രഹത്തിന് ശേഷം അദ്ദേഹം മരണമടഞ്ഞു അല്ലെ. അതേ തുടർന്നിട്ട് 1953 ആന്ധ്ര സംസ്ഥാനം നിലയിൽ വന്നു. 1953 ആന്ധ്ര സംസ്ഥാനം നിലയിൽ വരുന്നത്. തെലുങ്ക് സംസാരിക്കുന്നവർക്ക് മാത്രമായിട്ട് ഒരു ആന്ധ്ര സംസ്ഥാനം 1953 വന്നു. അതേ വർഷം തന്നെ എന്തും കൂടി നിയമിച്ചു, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. സംസ്ഥാന പുനഃസംഘടന, ഭാഷാടിസ്ഥാനത്തിൽ ഈ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട്, ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെ രൂപീകരിച്ചു. ഈ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ എന്നുള്ളത് PSCക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണ്, സ്ഥിരം ചോദിക്കാറുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ഓർക്കാൻ വേണ്ടി പറയാണ്. നമ്മൾ കൂലിപ്പണി എന്ന് ഓർത്താൽ മതി അല്ലേ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ 3 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. അത് ഓർക്കാൻ വേണ്ടിയിട്ട് കൂലിപ്പണി എന്ന് ഓർത്ത് വെച്ചാൽ പിന്നെ ഒരിക്കലും നിങ്ങൾ മറന്നുപോകില്ല. ഇനി ഇത് എത്ര കാലം കഴിഞ്ഞിട്ട് ബുക്ക് തുറന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സിൽ പേരുകൾ ഉണ്ടാവും. കൂലിപ്പണി, കൂ എന്ന് പറയുന്നത് കുൻസ്രു, ലീ എന്ന് പറയുന്നത് അലിയാണ്, ലീ അലിയാണ്, ഫസൽ അലി. ഈ ഫസൽ അലിക്ക് ഒരു പ്രത്യേകത ഉണ്ട് അല്ലേ. ഈ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഫസൽ അലി ആയിരുന്നു. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലി ആയിരുന്നു. പിന്നെ ഉള്ളത് പണി എന്നുള്ളത് KM പണിക്കർ, നമ്മുടെ മലയാളിയായിട്ടുള്ള KM പണിക്കർ. അപ്പൊ 3 അംഗങ്ങളാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഉണ്ടായിരുന്നത്. കൂലിപ്പണി എന്നതിൽ നിന്നും കുൻസ്രു എന്ത് കുൻസ്രു ആണ്? HN കുൻസ്രു. പിന്നെ ലീ ഫസൽ അലിയാണ് അധ്യക്ഷൻ എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. ഫസൽ അലിയാണ് അധ്യക്ഷൻ. പിന്നെ ഒന്ന് പണി എന്നുള്ളതിൽ നിന്നും KM പണിക്കർ, മലയാളിയായിട്ടുള്ള KM പണിക്കർ. ഇനി നമ്മുടെ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ നടപ്പിലാക്കിയ സാമ്പത്തിക പദ്ധതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേന്ദ്രീകൃത സാമ്പത്തിക ആസൂത്രണമാണ്. ശ്രദ്ധിക്കണം, അത് ചോദിക്കും. നമ്മൾ ഇവിടെ നടത്തിയിരുന്നത് കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സാമ്പത്തിക ആസൂത്രണമാണ് നടന്നത്. കേന്ദ്രീകൃതമായിട്ട് നമുക്കറിയാലോ, പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത് കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ആസൂത്രണമാണ് അല്ലെ. കേന്ദ്രത്തിൽ ഇരുന്നിട്ട് ഒരു 5 വർഷത്തേക്കുള്ള പദ്ധതികൾ തയ്യാറാക്കും. അത് പിന്നീട് എല്ലാ സംസ്ഥാനങ്ങളിലേക്കുമായിട്ട് നടത്തും. എന്നാൽ അതിന് നേരെ റിവേഴ്സ് ആയിട്ടാണ് നമ്മുടെ എന്ത് വന്നിരിക്കുന്നത്? നീതി ആയോഗ് വന്നിരിക്കുന്നത്. നീതി ആയോഗ് അല്ലെ. നീതി ആയോഗ് എന്ന് വെച്ചാൽ വികേന്ദ്രീകരണമാണ് ശരിക്കും നടപ്പിലാക്കുന്നത്. നീതി ആയോഗിൽ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മെമ്പേഴ്സ് ഉണ്ട് അല്ലെ. ഓരോ സംസ്ഥാനങ്ങളുടെയും ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് നീതി ആയോഗിൽ പദ്ധതികൾ വരുന്നത്. എന്നാൽ പ്ലാനിംഗ് കമ്മീഷനിൽ എങ്ങനെയായിരുന്നു? നമ്മുടെ ആസൂത്രണ കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും വേണ്ടി, എല്ലാ സംസ്ഥാനങ്ങൾക്കും വേണ്ടി ഒരൊറ്റ പദ്ധതി തയ്യാറാക്കും. അതെല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കും. അപ്പോൾ ഒരു സംസ്ഥാനത്തിൽ വേണ്ട കാര്യങ്ങളായിരിക്കില്ല മറ്റൊരു സംസ്ഥാനത്തിൽ ആവശ്യം ഉണ്ടായിരിക്കുക അല്ലെ. ഓരോ സംസ്ഥാനത്തിന്റെയും ജിയോഗ്രഫിക്കൽ ആയിട്ടുള്ളതാണെങ്കിലും അവിടുത്തെ കൾച്ചർ ആണെന്നുണ്ടെങ്കിൽ എല്ലാം വ്യത്യാസമാണ്. അപ്പൊ ആദ്യകാലത്ത് നമ്മുടെ ഇവിടെ നടപ്പിലാക്കിയിരുന്നത്, മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നടപ്പിലാക്കിയിരുന്ന സാമ്പത്തിക പദ്ധതികൾ ഏത് തരത്തിലുള്ളതായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേന്ദ്രീകൃത സാമ്പത്തിക ആസൂത്രണമായി. പിന്നെ അതിൽ നിന്നൊക്കെ മാറ്റം വന്നിട്ടാണ് നമ്മുടെ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി ഒക്കെ വരുമ്പോൾ അദ്ദേഹം റെക്കമെൻഡ് ചെയ്യുന്നു ഇത്തരത്തിലെ ത്രിതല സ്ട്രക്ചർ വേണം അല്ലെ. 3 തരത്തില് ഗ്രാമപഞ്ചായത്ത് വേണം, പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് വേണം, അതിനുശേഷം ജില്ലാ പഞ്ചായത്ത് വേണം എന്നുള്ള റെക്കമെൻഡേഷനൊക്കെ ശേഷമാണ് വികേന്ദ്രീകരണം വരുന്നത്. അതിനു മുമ്പ് എന്തായിരുന്നു? കേന്ദ്രീകൃത സാമ്പത്തിക ആസൂത്രണമാണ് ഇന്ത്യയിൽ നടന്നിരുന്നത്. മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. ഇനി നമ്മൾ ഈ സാമ്പത്തിക ആസൂത്രണം, ഈ 5 ഇയർ പ്ലാനൊക്കെ നമ്മൾ എവിടെ നിന്നാണ് കടമെടുത്തത്? സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് അല്ലെ കടമെടുത്തത്. അപ്പൊ ഈ ആസൂത്രണ കമ്മീഷനാണ് ഈ പദ്ധതികൾക്ക് എല്ലാത്തിനും 5 ഇയർ പ്ലാൻസിന്, പഞ്ചവത്സര പദ്ധതികൾക്കെല്ലാം നേതൃത്വം നൽകുന്നതെന്നറിയാം. ഈ ആസൂത്രണ കമ്മീഷൻ എന്നാണ് നിലയിൽ വന്നത്? ആസൂത്രണ കമ്മീഷൻ 1950 മാർച്ച് 15-നാണ്. 1950 മാർച്ച് 15-നാണ് ആസൂത്രണ കമ്മീഷൻ നിലയിൽ വരുന്നത്. അതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു അല്ലെ. അധ്യക്ഷൻ എപ്പോഴും പ്രധാനമന്ത്രി ആയിരിക്കും. അത് നമ്മുടെ പ്ലാനിംഗ് കമ്മീഷന്റെ ആണെങ്കിലും നീതി ആയോഗിന്റെ ആണെങ്കിലും അധ്യക്ഷൻ എപ്പോഴും ആരായിരിക്കും? പ്രധാനമന്ത്രി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആദ്യത്തെ അധ്യക്ഷൻ, ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അതിന്റെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് ഗുൽസാരിലാൽ നന്ദ നെഹ്റു എന്ന് പഠിച്ചാൽ മതി, പിന്നെ ഒരു കാലത്ത് മറക്കില്ല. നന്ദ നെഹ്റു അല്ലെ. ഗുൽസാരിലാൽ നന്ദയായിരുന്നു ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത്. ഗുൽസാരിലാൽ നന്ദയായിരുന്നു ഉപാധ്യക്ഷൻ, നെഹ്റു ആയിരുന്നു ആദ്യത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇതില് മറ്റംഗങ്ങൾ എന്ന് പറയുന്നത് TT കൃഷ്ണമാചാര്യം, CD ദേശ്മുഖും TT കൃഷ്ണമാചാര്യൊക്കെ ഇതിലെ മറ്റ് അംഗങ്ങളായിരുന്നു.
പിന്നെ ഈ പഞ്ചവത്സര പദ്ധതിക്ക് എന്നാണ് തുടക്കം കുറിച്ചത്? 1950 ആസൂത്രണ കമ്മീഷൻ തുടങ്ങിയെന്നുണ്ടെങ്കിലും പഞ്ചവത്സര പദ്ധതികൾ തുടങ്ങിയത് 1951 1951 പഞ്ചവത്സര പദ്ധതികൾ തുടങ്ങുന്നത്. സ്ഥിരം ചോദിക്കാറുള്ളതാണ്, ശ്രദ്ധിച്ചു വെക്കണം. 50 ആസൂത്രണ കമ്മീഷൻ തുടങ്ങുന്നത്. 1950 ആസൂത്രണ കമ്മീഷൻ തുടങ്ങുന്നത്. എന്നാൽ 1951 പഞ്ചവത്സര പദ്ധതികൾ ഇന്ത്യയിൽ തുടക്കം കുറിക്കുന്നത്. ഈ 1951 പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് 1951. അത് ഓർക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫേസ് എന്ന് ഓർക്കുക അല്ലെ? ഫേസ് എന്ന് പറയുമ്പോൾ എഫ് എന്താണ്? എഫ് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഫിനാൻസ് കമ്മീഷൻ ആരംഭിക്കുന്നത്, ധനകാര്യ കമ്മീഷൻ ഇന്ത്യയിൽ നിലവിൽ വരുന്നത് 1951. ഫിനാൻസ് കമ്മീഷൻ ഇന്ത്യയിൽ നിലവിൽ വരുന്നത്, അതും സ്ഥിരം ചോദിക്കാറുള്ളതാണ്. ഫിനാൻസ് കമ്മീഷൻ, ധനകാര്യ കമ്മീഷൻ ഇന്ത്യയിൽ നിലവിൽ വരുന്നത് 1951. അതേപോലെ 5 ഇയർ പ്ലാൻ അഥവാ പഞ്ചവത്സര പദ്ധതികൾ ഇന്ത്യയിൽ ആരംഭിക്കുന്നതും 1951. ഇനി ഫേസിന്റെ രണ്ടാമത്തത് എ അല്ലേ? എഫ് കഴിഞ്ഞാൽ പിന്നെ എ എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഭരണഘടന 1950 വന്നിട്ട് അതിൽ ആദ്യത്തെ ഫസ്റ്റ് അമെൻമെന്റ് വന്നത് 1951. അതേപോലെ ഏഷ്യൻ ഗെയിംസ് ഇന്ത്യയിൽ അല്ലെ? ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് ഇന്ത്യയിലാണ് നടത്തിയത്, ന്യൂഡൽഹിയിൽ. അതും 1951. ഇനി സി എന്ന് പറയുമ്പോഴും രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് CSO, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് അല്ലെ? ആദ്യം അത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ എന്നായിരുന്നു, ഇപ്പോൾ അത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്നായി. 2019 ഈ CSO, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസും അതേപോലെ തന്നെ NSSO എന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ സാമ്പിൾ സർവേ ഓഫീസാണ്. നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് NSSO, ഇത് രണ്ടും കൂടി മെർജ് ചെയ്തിട്ട് NSO ആയി മാറി. ഇപ്പോൾ അത് NSO എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ NSO എന്നുള്ളത് എന്ത് രണ്ടും കൂടി മെർജ് ചെയ്തിട്ടാണ്? CSOയും അതുപോലെ NSSO എന്ന് വെച്ചാൽ നാഷണൽ സാമ്പിൾ സർവേ ഓഫീസും പിന്നെ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക് ഓഫീസും തമ്മിൽ കൂടി മെർജ് ചെയ്തിട്ടാണ് ഇപ്പോൾ നിലവിൽ അത് NSO എന്ന പേരിലാണ് അറിയപ്പെടുന്നത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെക്കാം. അപ്പോൾ ഈ CSO, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് അഥവാ ഓർഗനൈസേഷൻ നിലവിൽ വന്നതും 1951. അപ്പോൾ ആദ്യത്തെ സെൻസസ് 1951. ആദ്യത്തെ CSO, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് നിലവിൽ വന്നതും 1951. ഇനി ഈ ഫേസിന്റെ അവസാനത്തെ എന്നുള്ളത് എമർജൻസി, ആദ്യത്തെ എമർജൻസി നിലവിൽ വരുന്നത്, ഫസ്റ്റ് എമർജൻസി പ്രഖ്യാപിക്കുന്നത് 1951. ആദ്യത്തെ എലക്ഷൻ നടക്കുന്നതും 1951. അതായത് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ എലക്ഷൻ നടക്കുന്നത് 1951. 1951 വന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്നും ഓർത്തു നോക്കിയ ഫേസ് എന്ന് ഓർത്തിരിക്കുക. ഫസ്റ്റ് F എന്ന് പറയുന്നത് ഫിനാൻസ് കമ്മീഷൻ. ഇതൊക്കെ സ്ഥിരം ചോദിക്കാറുള്ളതാണ്, അതുകൊണ്ട് പിന്നെയും പറയുന്നത്. ഫിനാൻസ് കമ്മീഷൻ അഥവാ ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നത് 1951. 5 ഇയർ പ്ലാനുകൾ, പഞ്ചവത്സര പദ്ധതികൾ ഇന്ത്യയിൽ തുടക്കം കുറിക്കുന്നത് 1951. അടുത്തത് എ എന്ന് പറയുമ്പോൾ ആദ്യത്തെ അമെൻമെന്റ് അഥവാ ഭരണഘടനാ ഭേദഗതി, ഫസ്റ്റ് ഭരണഘടനാ ഭേദഗതി അഥവാ ഫസ്റ്റ് അമെൻമെന്റ് നിലവിൽ വരുന്നത് 1951. ഏഷ്യൻ ഗെയിംസ് ഇന്ത്യയിൽ വെച്ച് നടക്കുന്നു, ഫസ്റ്റ് ഏഷ്യൻ ഗെയിംസ് ഇന്ത്യയിൽ വെച്ചാണ് നടന്നത്, അത് 1951. സി എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഫസ്റ്റ് സെൻസസ്, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ സെൻസസ് 1951. അതേപോലെ CSO, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് നിലവിൽ വന്നതും 1951. ഇനി എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് എമർജൻസി പ്രഖ്യാപിക്കുന്നത് 1951. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഇലക്ഷൻ നടക്കുന്നത് 1951. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. 1951 നമ്മുടെ പഞ്ചവത്സര പദ്ധതികൾ എങ്കിലും ആസൂത്രണ കമ്മീഷൻ, ഇതിന് പഞ്ചവത്സര പദ്ധതികൾക്ക് നേതൃത്വം നൽകുന്ന ആസൂത്രണ കമ്മീഷൻ നിലയിൽ വന്നത് 1950 മാർച്ച് 15. 1950 മാർച്ച് 15. എന്നാൽ ഈ പഞ്ചവത്സര പദ്ധതികൾക്ക് അംഗീകാരം നൽകുന്ന NDC, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ നിലവിൽ വന്നത് 1952 ഓഗസ്റ്റ് 6. 1952 ഓഗസ്റ്റ് 6. ഡേറ്റ് അടക്കം പഠിച്ചിരിക്കണം. അപ്പൊ 50 ആസൂത്രണ കമ്മീഷൻ വരുന്നത്, 51 5 ഇയർ പ്ലാനുകൾ ആരംഭിക്കുന്നത്, പഞ്ചവത്സര പദ്ധതികൾ ആരംഭിക്കുന്നത്, 52 NDC, പഞ്ചവത്സര പദ്ധതികൾക്ക് അനുമതി നൽകുന്ന NDC അഥവാ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ നിലവിൽ വരുന്നത് 1952 ഓഗസ്റ്റ് 6. 50 വന്നു, 51 വന്നു, 52 വന്നു. എന്തൊക്കെയാ വന്നത്? 50 പ്ലാനിംഗ് കമ്മീഷൻ അഥവാ ആസൂത്രണ കമ്മീഷൻ വന്നു. 1950 മാർച്ച് 15, ഡേറ്റ് അടക്കം പഠിക്കുക. 1950 മാർച്ച് 15 പ്ലാനിംഗ് കമ്മീഷൻ അഥവാ ആസൂത്രണ കമ്മീഷൻ വരുന്നത്. 51 പഞ്ചവത്സര പദ്ധതികൾ ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. 52 പഞ്ചവത്സര പദ്ധതികൾക്ക് അംഗീകാരം നൽകുന്ന NDC അഥവാ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ ഇന്ത്യയിൽ നിലവിൽ വരുന്നത് 1952 ഓഗസ്റ്റ് 6 കാര്യം ഓർത്തിരിക്കുക. ഇനി
ഞാൻ പറഞ്ഞു 1956 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം എത്ര സംസ്ഥാനങ്ങൾ രൂപീകരിച്ചു? 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് രൂപീകരിച്ചത്. 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെന്റ് പാസ്സാക്കിയില്ലേ? 56 സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെന്റ് പാസ്സാക്കുന്നത്. അതിന്റെ ബേസിൽ 1956 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലയിൽ വന്നു. അതിലൊരു സംസ്ഥാനമായിരുന്നു അല്ലെ കേരളം. കേരളം നിലയിൽ വന്നത് 1956 നവംബർ 1 എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1951 അല്ലെ 51 നമ്മുടെ ഇവിടെ പൊതു തെരഞ്ഞെടുപ്പ്, ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ്, സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള പൊതു തെരഞ്ഞെടുപ്പ് നടന്നത്. ഫേസ് എന്നുള്ള കീവേഡിൽ നമ്മൾ ഈ എലക്ഷൻ എന്ന് പറഞ്ഞില്ലേ, ആദ്യത്തെ എലക്ഷൻ നടക്കുന്നത് 1951. ഈ എലക്ഷന് മുമ്പായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വരുന്നത് 1950. 51 എലക്ഷൻ നടത്തണം എന്നുണ്ടെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വേണ്ടേ? ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാണ് നിലവിൽ വന്നത്? 1950 ജനുവരി 25. ജനുവരി 26 അതിന് തൊട്ട് മുമ്പത്തെ ദിവസം ജനുവരി 25 ഇവിടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വന്നത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ പിന്നീട് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് വന്നത്. നമ്മുടെ ഈ ഗ്രാമപഞ്ചായത്തും ത്രിതല പഞ്ചായത്ത് സംവിധാനമൊക്കെ നിലവിൽ വന്നപ്പോഴാണ് ഈ പഞ്ചായത്തുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വേണം എന്നുള്ളതിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. PSC സ്ഥിരം ചോദിക്കാറുള്ളതാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല എന്താണെന്ന്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരൊറ്റ ചുമതല മാത്രമേ ഉള്ളൂ, അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്താന്നുള്ളതാണ്. അല്ലാതെ നിയമസഭകളിലേക്കുള്ളതാണെങ്കിലൊക്കെ നമ്മളെ ആരാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്? അതൊക്കെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരൊറ്റ ചുമതലയേ ഉള്ളൂ, നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് മാത്രമാണ് ആര് ചെയ്യുന്നത്? നമ്മുടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുന്നത്. ബാക്കി സംസ്ഥാനങ്ങളിലെ നിയമസഭകളിലേക്ക് അതേപോലെ തന്നെ ബാക്കിയുള്ള ലോകസഭയിലേക്കും അങ്ങനത്തെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പും എല്ലാ കാര്യങ്ങളും പിന്നെ ആരാണ് നോക്കുന്നത്? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നോക്കുന്നത്. ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 ജനുവരി 25. അതുകൊണ്ട് ഈ ജനുവരി 25 നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നു? ദേശീയ സമ്മതിദായക ദിനമായിട്ട്. ജനുവരി 25 നമ്മൾ ആദരിച്ചു പോയിരുന്നു, അല്ലെങ്കിൽ വോട്ടേഴ്സ് ഡേ എന്ന് പറയും അല്ലെ. വോട്ടേഴ്സ് ഡേ അഥവാ ദേശീയ സമ്മതിദായക ദിനമായിട്ട് ജനുവരി 25 നമ്മൾ ആചരിച്ചു പോരുന്നു. നമ്മൾ പറഞ്ഞു 51 പറഞ്ഞു. ശരിക്കും കറക്റ്റ് 51 നമുക്ക് പറയാൻ പറ്റില്ല, 51-52 കാലയളവിൽ നിന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം ഇപ്പോഴാണെങ്കിൽ പോലും എലക്ഷൻ നടക്കുന്നത് പല ഘട്ടങ്ങളിലായിട്ടാണ് അല്ലെ, ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ ഘട്ടങ്ങളായിട്ടാണ് നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അന്നും ഈ 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉണ്ടല്ലോ. അപ്പൊ തെരഞ്ഞെടുപ്പ് 51-52 കാലയളവിലാണ് നടന്നത്. അതായത് ഫസ്റ്റ് എലക്ഷൻ, ഇവിടുത്തെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 1951 ഒക്ടോബർ 25. 1951 ഒക്ടോബർ 25 ഫസ്റ്റ് എലക്ഷൻ നടക്കുന്നത്. അത് ഹിമാചൽ പ്രദേശിലാണ് ആദ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തുടങ്ങിയത്. ഇന്ത്യയിലെ ആദ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തുടങ്ങിയത് ഹിമാചൽ പ്രദേശിലാണ്. ഏറ്റവും അവസാനത്തെ എന്ന് പറയുന്നത് 1952 ഫെബ്രുവരി 21. ഏറ്റവും അവസാനത്തെ പൊതു തെരഞ്ഞെടുപ്പ്. അതിന്റെ അവസാനം എന്ന് വെച്ചാൽ ആദ്യത്തിലെ അവസാന ഘട്ടം ഉണ്ടല്ലോ, അവസാന ഘട്ടം നടന്നത് 1952 ഫെബ്രുവരി 21. അതുകൊണ്ടാണ് 51-52 കാലയളവിലാണ് ഇന്ത്യയിൽ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടറായിട്ട് അറിയപ്പെടുന്നത് ആരാണ്? ശ്യാം സരൺ നേഗിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടറായിട്ട് അറിയപ്പെടുന്നത്. അടുത്തതിനി സാമ്പത്തിക മുന്നേറ്റങ്ങളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ സാമ്പത്തിക മേഖലയിൽ ഉണ്ടായിട്ടുള്ള മുന്നേറ്റങ്ങൾ. നമുക്കറിയാം സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മൾ എന്ത് തരത്തിലുള്ള സമ്പദ് വ്യവസ്ഥയാണ് നമ്മൾ സ്വീകരിച്ചത്? മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് അല്ലെ. അതായത് മുഴുവനായിട്ടും മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയോ അല്ലെങ്കിൽ മുഴുവനായിട്ടും സോഷ്യലിസ്റ്റോ അല്ല. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉദാഹരണം നമ്മൾ എപ്പോഴും പറയാം അമേരിക്കയാണ് അല്ലെ. അമേരിക്ക എന്ന് പറയുന്നത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയാണ്. സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉദാഹരണമായിട്ട് നമ്മൾ പറയാറുള്ളത് മുമ്പത്തെ സോവിയറ്റ് യൂണിയൻ, ചൈന എന്ന് പറയുന്നത് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയായിരുന്നു സ്വീകരിച്ചിരുന്നത്. ഇന്ത്യ എന്ന് പറയുന്നത് ഇതിന്റെ രണ്ടിന്റെയും കൂടി ഒരു മിക്സ്ചർ ആയിട്ടുള്ള മിശ്ര സമ്പദ് വ്യവസ്ഥ. അതായത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും രണ്ടിന്റെയും ഇതുകൾ സ്വീകരിച്ചുകൊണ്ടുള്ള മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യ സ്വീകരിച്ചത് അല്ലെ. ഇനി ഏത് രാജ്യത്തു നിന്നാണ് ഇന്ത്യ സാമ്പത്തിക ആസൂത്രണം, നമ്മൾ 5 ഇയർ പ്ലാൻ ഒക്കെ എവിടെ നിന്നാണ് സ്വീകരിച്ചത്? അതൊക്കെ നമ്മൾ സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് നമ്മൾ ആരംഭിച്ചത് അല്ലെ. ഇനി നമ്മുടെ
സാമ്പത്തികമായിട്ടുള്ള മുന്നേറ്റങ്ങൾക്ക് മറ്റ് വിദേശ രാജ്യങ്ങളുടെ സഹായം ലഭിച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം? നമുക്ക് വിദേശ രാജ്യങ്ങളുടെ സഹായം ലഭിച്ചിരുന്നു അല്ലെ. ഒരുപാട് പ്രൊജക്ടുകൾക്ക്, ഇന്ത്യയിലെ പല പ്രൊജക്ടുകൾക്കും വിദേശ രാജ്യങ്ങളുടെ സഹായം ലഭിച്ചിരുന്നു. നമ്മൾ പഠിക്കുന്നതാണ് രണ്ടാമത്തെ 5 ഇയർ പ്ലാനിൽ. ഇവിടെ നമ്മൾ പല ഇരുമ്പുരുക്ക് വ്യവസായങ്ങളും ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ. ഏതൊക്കെയാണ്? ഭിലായി, ബൊക്കാറോ, റൂർക്കേല, ദുർഗാപൂര്. ഇവിടെ ഇതൊക്കെ ആരംഭിക്കാൻ വേണ്ടി നമ്മൾ ഒറ്റയ്ക്കാണോ? അല്ല, നമുക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്നും സഹായം ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതും PSC സ്ഥിരം ചോദിക്കാറുള്ളതാണ്. ഈ ഇരുമ്പുരുക്ക് വ്യവസായങ്ങളൊക്കെ ഏത് 5 ഇയർ പ്ലാനിലാണ് ആരംഭിച്ചത്? രണ്ടാമത്തെ 5 ഇയർ പ്ലാനിലാണ് അല്ലേ. രണ്ടാമത്തെ 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത് വ്യവസായത്തിന് പ്രാധാന്യം നൽകിയ 5 ഇയർ പ്ലാൻ ആണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ 5 ഇയർ പ്ലാനിലാണ് ഈ നമ്മുടെ ഭിലായി, ബൊക്കാറോ ഒക്കെ ആരംഭിക്കുന്നത്. ഇനി ഇത് ഏത് സംസ്ഥാനത്താണ് ആരംഭിച്ചതെന്നും പഠിക്കണം. അതേപോലെ തന്നെ ഏത് രാജ്യത്തിന്റെ സഹായമാണ് ലഭിച്ചത്, തുടങ്ങാൻ വേണ്ടി ലഭിച്ചത് എന്നും കൃത്യമായി പഠിച്ചിരിക്കണം. അതിന് നമ്മൾ പഠിക്കാറുണ്ടല്ലോ ബിച്ചറ, റുവോജ, ദുവൈബ എന്ന്. നിങ്ങൾ അങ്ങനെയാണോ പഠിച്ചിരിക്കുന്നത്? നിങ്ങൾ എങ്ങനെയാണോ പഠിച്ചത് അതേ രീതിയിൽ തന്നെ പഠിക്കുക. ഞാനിപ്പോൾ ഇങ്ങനെയാണ് പഠിച്ചിരുന്നത്, അതുകൊണ്ട് ഞാനിത് പറയുന്നു. ബിച്ചറ, റുവോജ, ദുവൈബ. ബിച്ചറ അത് കുറച്ച് പ്രാവശ്യം പറഞ്ഞാൽ മതി, പിന്നെ നമ്മുടെ മൈൻഡിൽ നിന്ന് പോകില്ല. ബിച്ചറ, റുവോജ, ദുവൈബ. ബിച്ചറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബിച്ചറ നമുക്ക് കച്ചറ എന്നൊക്കെ പറയില്ല, അതുപോലെ കച്ചറാവാല എന്നൊക്കെ പറയാറില്ലേ എന്ന് പറഞ്ഞ പോലെ ബിച്ചറ. ബിച്ചറ എന്ന് പറയുമ്പോൾ ബി എന്താണ്? ഭിലായ് ആണ്. ഭിലായ് ഇരുമ്പുരുക്കുശാല. ച എന്ന് പറയുന്നത് ഛത്തീസ്ഗഡ്. ബിച്ചറയല്ലേ, ഛത്തീസ്ഗഡ്. അപ്പൊ ഭിലായ് എന്ന് പറഞ്ഞ ഇരുമ്പുരുക്കുശാല ഛത്തീസ്ഗഡിലാണ്. ബിച്ചറ റഷ്യയുടെ സഹായമാണ് അതിന് ലഭിച്ചിട്ടുള്ളത്. ബിച്ചറ, ഭിലായ് ഇരുമ്പുരുക്കുശാല ഛത്തീസ്ഗഡിലാണ്. ഛത്തീസ്ഗഡ് സംസ്ഥാനത്തിലാണ്. റഷ്യയുടെ സഹായത്തോടു കൂടിയിട്ടാണ് അത് ആരംഭിച്ചത്. ബിച്ചറ. അടുത്തത് റുവോജ. റുവോജ എന്നൊക്കെ പറയുമ്പോൾ ഒരു പെണ്ണിന്റെ പേര് പോലെ തോന്നില്ലേ? റോജ എന്ന് പറഞ്ഞ പോലെ റുവോജ, റോജ എന്ന് പറഞ്ഞ പോലെ റുവോജ. അപ്പൊ റൂ എന്ന് പറയുന്നത് റൂർക്കേല, റൂ എന്ന് പറയുന്നത് റൂർക്കേല. ഓ എന്ന് പറയുന്നത് ഒഡീഷ, ഓ എന്ന് പറയുന്നത് ഒഡീഷ. ജ എന്ന് പറയുമ്പോൾ ജർമ്മനി. അപ്പൊ റുവോജ എന്ന് പറയുമ്പോൾ റൂർക്കേല ഇരുമ്പുരുക്കുശാലയാണ്. ഓ എന്ന് പറയുമ്പോൾ ഒഡീഷ എന്ന് പറഞ്ഞ സംസ്ഥാനത്താണ്. ജ എന്ന് പറയുമ്പോൾ ജർമ്മനിയുടെ സഹായത്തോടു കൂടിയിട്ടാണ്. ആദ്യം ഇരുമ്പുരുക്കുശാലയുടെ പേര്, രണ്ടാമത് ഏത് സംസ്ഥാനത്താണ് തുടങ്ങിയിരിക്കുന്നത്, മൂന്നാമതാണ് ഏത് രാജ്യത്തിന്റെ സഹായമാണ് ലഭിച്ചിട്ടുള്ളതെന്ന് പറയുന്നത്. റുവോജ, റുവോജ, റൂർക്കേല, ഒഡീഷ, ജർമ്മനിയുടെ സഹായത്തോടു കൂടി ആരംഭിച്ചു. അടുത്തത് ദുവൈബ. ദുവൈബ, ദുവൈബ എന്ന് പറയുമ്പോൾ ദുർഗാപൂര്. ദുവൈബ, ദുർഗാപൂര്. ബേ എന്ന് പറയുമ്പോൾ വെസ്റ്റ് ബംഗാള്, വെസ്റ്റ് ബംഗാള്. ബ എന്ന് പറയുമ്പോൾ ബ്രിട്ടൻ. ദുവൈബ, ദുവൈബ, ദുർഗാപൂര്, വെസ്റ്റ് ബംഗാള്, ബ്രിട്ടന്റെ സഹായത്തോടു കൂടി ആരംഭിച്ചു. ഇതൊക്കെ നമ്മുടെ രണ്ടാമത്തെ 5 ഇയർ പ്ലാനിൽ ആരംഭിച്ചിട്ടുള്ള ഇരുമ്പുരുക്ക് വ്യവസായശാലകളാണ്. കൃത്യമായി പഠിച്ചു വെക്കണം. നിങ്ങൾ എങ്ങനെയാണോ പഠിച്ചത് അതുപോലെ തന്നെ പഠിച്ചു വെക്കുക. ഇനി അതേപോലെ തന്നെ നമ്മൾ ഈ സാമ്പത്തിക ആസൂത്രണത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് CDP, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ഇതിനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ, അതായത് നമ്മുടെ താഴേക്കിടയിലേക്ക്, ഗ്രാമങ്ങളിലേക്ക് വികസനം കൊണ്ടുവരുന്നതിന് വേണ്ടി പലതരത്തിലുള്ള കന്നുകാലി സംരക്ഷണം, അതുപോലെ കാർഷിക പുരോഗതി, ഇതിനൊക്കെ വേണ്ടി ആരംഭിച്ചതാണ് കമ്മ്യൂണിറ്റി, ഓരോരോ കമ്മ്യൂണിറ്റികളുടെ ഡെവലപ്മെന്റ്. അതിനുവേണ്ടി കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ CDP എന്ന് പറഞ്ഞിട്ട് 55 പദ്ധതികളാണ് തുടക്കം കുറിച്ചത്. പിന്നീട് ഇത് രാജ്യത്തിന്റെ മറ്റ് പല ഭാഗങ്ങളിലേക്കും ഇതിന്റെ എന്താണ് വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് NES, നാഷണൽ എക്സ്റ്റൻഷൻ പ്രോഗ്രാം എന്ന പേരിൽ 1953 ആരംഭിച്ചു. 1952 CDP, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം, ഒന്നാമത്തെ 5 ഇയർ പ്ലാൻ ആണ്. 1952 എന്നൊക്കെ പറയുമ്പോൾ അറിയാലോ, ഒന്നാമത്തെ 5 ഇയർ പ്ലാൻ ആണ്. CDP, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം. 1952 ഒക്ടോബർ 2 ഗാന്ധി ജയന്തിന്റെ അന്നാണ് ഇത് ആരംഭിക്കുന്നത്. നെക്സ്റ്റ് അടുത്ത വർഷം 1953 NES, നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് എന്ന് പറഞ്ഞിട്ട് ഈ CDP പ്രോഗ്രാം രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി NES എന്നുള്ള പേരിലും ഇത് ആരംഭിച്ചു. പക്ഷെ ഈ രണ്ട് CDP ആണെങ്കിലും NES ആണെങ്കിലും നമുക്ക് വലിയ രീതിയിൽ ഫലം കണ്ടില്ല. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് വികേന്ദ്രീകരണം ഉണ്ടായിരുന്നില്ല. വികേന്ദ്രീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് അധികാരമാണെങ്കിലും സമ്പത്താണെങ്കിലും ഇടയിലേക്ക്, താഴെ തട്ടിലേക്ക് വിതരണം ചെയ്യുക. കേന്ദ്രീകൃതത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് വികേന്ദ്രീകരണം എന്ന് പറഞ്ഞത്. കേന്ദ്രീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കേന്ദ്രം തീരുമാനിക്കുന്നു, നടപ്പിലാക്കുന്നു. വികേന്ദ്രീകരണം എന്ന് പറയുമ്പോൾ അധികാരമാണെന്നുണ്ടെങ്കിലും ചുമതലകളാണെങ്കിലും സമ്പത്താണെങ്കിലും, അതായത് സാമ്പത്തിക സ്രോതസ്സുകളാണെങ്കിലും ഒക്കെ എന്ത് ചെയ്യാണ്? താഴേക്കിടയിലേക്ക് കൈമാറാണ് അല്ലെ. കേരളത്തിലൊക്കെ
പൂർണ്ണമായിട്ടും പരിപൂർണമായിട്ടും വികേന്ദ്രീകരണമാണ് നടക്കുന്നത് അല്ലെ. നമ്മൾ ഗ്രാമപഞ്ചായത്തുകളിലാണ് പദ്ധതികൾ രൂപീകരിക്കുന്നത് അല്ലെ. ഗ്രാമസഭകൾ കൂടും, 3 മാസത്തിൽ ഒരിക്കൽ ഗ്രാമസഭകൾ കൂടണം. ആ ഗ്രാമസഭകളിൽ വെച്ചിട്ടാണ് പദ്ധതികൾ ചർച്ച ചെയ്യുന്നതും ഒരു രൂപരേഖ ഉണ്ടാക്കുന്നതും അല്ലെ. ആരൊക്കെയാണ് ഉപഭോക്താക്കൾ എന്ന് തീരുമാനിക്കുന്നതൊക്കെ ഗ്രാമസഭകളാണ്. അങ്ങനെ ഈ ഗ്രാമസഭകളിലേക്കാണ് ഫണ്ട് അവസാനം എത്തുന്നത്. ഗ്രാമസഭകൾ വഴിയാണ് ഈ ഫണ്ട് വിതരണം. എവിടെയൊക്കെ ഇതുകൾ വെക്കണം, എവിടെയൊക്കെയാണ് സ്ട്രീറ്റ് ലൈറ്റുകൾ വെക്കേണ്ടത്, എവിടെയൊക്കെയാണ് പൊതു കിണറുകൾ വേണ്ടത്, എവിടെയൊക്കെയാണ് പൊതു ടാപ്പുകൾ സ്ഥാപിക്കേണ്ടത് അല്ലെ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഗ്രാമസഭകളിൽ കൂടിയാണ് തീരുമാനിക്കുന്നത്. അപ്പൊ അവിടെ കേന്ദ്രമാണോ തീരുമാനിക്കുന്നത്? അല്ല. അധികാരങ്ങളും സമ്പത്തും എവിടേക്ക് കൈമാറണം? താഴെ തട്ടിലേക്ക് കൈമാറുന്നു. അധികാര വികേന്ദ്രീകരണം കൊണ്ടുവരുന്നു അല്ലെ. ഈ അധികാര വികേന്ദ്രീകരണം കൊണ്ടുവന്നത് പഞ്ചായത്ത് സംവിധാനം വഴിയാണ്. ഈ പഞ്ചായത്ത് സംവിധാനം റെക്കമെൻഡ് ചെയ്തത് ആരാണ്? ത്രിതല പഞ്ചായത്ത് സംവിധാനം റെക്കമെൻഡ് ചെയ്തത് ബൽവന്ത് റായ് മേത്തയാണ്. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയാണ് അത് റെക്കമെൻഡ് ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ത്രിതല പഞ്ചായത്ത് സംവിധാനം വരുന്നത്. ഇതൊക്കെ PSC ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ്, പലതവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ്. ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ പിതാവ് ആര്? ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ ബൽവന്ത് റായ് മേത്തയാണ്. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശയിലാണ് ത്രിതല സംവിധാനം വേണം, ത്രിതല പഞ്ചായത്ത് സംവിധാനം വേണം എന്നുള്ള റെക്കമെൻഡേഷൻ വരുന്നത്. അപ്പൊ അതൊക്കെ കൃത്യമായി പഠിക്കുക. പിന്നെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങളും കൂടിയാണ് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ് എല്ലാതും. അടുത്ത നമ്മളപ്പോ ഇതുണ്ടല്ലോ, വ്യവസായ ഇരുമ്പുരുക്ക് ശാലകൾ ആരംഭിച്ചതും ആ സംസ്ഥാനങ്ങളും ഏത് രാജ്യത്തിന്റെ സഹായത്തോടു കൂടിയാണെന്ന് നിർബന്ധമായും പഠിച്ചു വെക്കണം. ഇനി ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ഉണ്ടായിട്ടുള്ള നേട്ടങ്ങളെ കുറിച്ചാണ്. ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ഉണ്ടായിട്ടുള്ള നേട്ടങ്ങളെ കുറിച്ച് അപ്പൊ പറയുമ്പോൾ നമുക്ക് അവിടെ പ്രധാനമായിട്ടും പറയേണ്ടി വരാം ISROനെ കുറിച്ചിട്ടും അല്ലെ, അതുപോലെ തന്നെ ആണവോർജ കമ്മീഷനെ കുറിച്ചിട്ടൊക്കെയാണ് പറയേണ്ടി വരാം. അതില് ഈ ശാസ്ത്ര വ്യവസായ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകിയ പ്രധാന 2 പ്രമുഖരുണ്ട്. ഒന്ന് ഹോമി ജെ ഭാഭെ, ഹോമി ജഹാംഗീർ ഭാഭെ, അതേപോലെ തന്നെ SN ഭട്ട്നഗർ. SN ഭട്ട്നഗറും ഹോമി ജഹാംഗീർ ഭാഭയുമാണ് സ്വാതന്ത്ര്യാനന്തരം ഈ ശാസ്ത്ര വ്യവസായ ഗവേഷണ സമിതിയുടെ ഈ പദ്ധതികൾക്കെല്ലാം തന്നെ നേതൃത്വം നൽകിയിട്ടുള്ളത്. ഇന്ത്യൻ ആണവോർജ കമ്മീഷൻ, അതുപോലെ തന്നെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച്, ഇത് രണ്ടും രൂപീകരിക്കാൻ നേതൃത്വം നൽകിയത് ഹോമി ജെ ഭാഭയാണ്, ഹോമി ജഹാംഗീർ ഭാഭയാണ്. രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതിയിലാണ് ഇത് രണ്ടും വന്നിരിക്കുന്നത്. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച്, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചും അതേപോലെ തന്നെ ഇന്ത്യൻ ആണവോർജ കമ്മീഷനും ഇത് രണ്ടും രൂപീകരിക്കാൻ നേതൃത്വം നൽകിയത് ഹോമി ജെ ഭാഭയാണ്. ഇമ്പോർട്ടന്റ് ആണ്, SCERT ടെക്സ്റ്റ് ബുക്കിൽ എടുക്കുന്ന കാര്യമാണ്, പഠിച്ചിരിക്കണം. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചും ഇന്ത്യൻ ആണവോർജ കമ്മീഷനും രൂപീകരിക്കാൻ നേതൃത്വം നൽകിയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് ഹോമി ജെ ഭാഭയാണ്. അതേപോലെ തന്നെ ഇത് രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതിയിലാണ് ആരംഭിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് അതിന് മുമ്പ് ആരംഭിച്ചിരുന്നു എങ്കിലും അത് ഒരു റിസർച്ച് സ്റ്റേഷൻ എന്നുള്ള രീതിയിൽ, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള രീതിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നതൊക്കെ രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതിയിലാണ്. അതുകൊണ്ട് രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് ആൻസർ ആയിട്ട് വരുന്നത്. അതേപോലെ തന്നെ ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയിൽ നമ്മുടെ ജവഹർലാൽ നെഹ്റു നേതൃത്വം നൽകിയ ഒരുപാട് ഗവേഷണ സ്ഥാപനങ്ങളാണ്. അതിൽ നമ്മൾ സ്ഥിരം നമ്മുടെ കോവിഡ് ഒക്കെ വന്ന സമയത്ത് നമ്മൾ സ്ഥിരം കേൾക്കാറുള്ള പേരാണ് അല്ലെ ICMR എന്ന്. ICMR എന്താണ്? ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ സമിതി അഥവാ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്, ICMR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്. അതേപോലെ തന്നെ ഇന്ത്യൻ കാർഷിക ഗവേഷണ സമിതി, ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചർ റിസർച്ചും, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചും ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചർ റിസർച്ചും. ഒന്ന് മെഡിക്കൽ റിസർച്ച് ആണ്, മറ്റൊന്ന് അഗ്രികൾച്ചർ റിസർച്ച് ആണ്. പിന്നെ അതേപോലെ തന്നെ ശാസ്ത്ര വ്യവസായിക സമിതി ഇതൊക്കെ ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയിൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള ഗവേഷണ സ്ഥാപനങ്ങളാണ്. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചിരിക്കണം. ICMR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചും ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചർ റിസർച്ച്, പിന്നെ ശാസ്ത്ര വ്യവസായ സമിതി എന്നുള്ളതും ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി സമയത്ത് നെഹ്റുവിന്റെ നേതൃത്വത്തിൽ നിലവിൽ വന്ന ഗവേഷണ സ്ഥാപനങ്ങളാണ്. ഇനി അതേപോലെ തന്നെ
ഇന്ത്യയിലെ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി, ഇത് ബഹിരാകാശമാണ്. നമ്മൾ ആദ്യം പറഞ്ഞത് മെഡിക്കലും കാർഷിക മേഖലയൊക്കെയാണ് പറഞ്ഞത്, അതൊക്കെ വിട്ട് നമ്മൾ ബഹിരാകാശത്തേക്ക് വരാണ്. ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായത് 1962, കുറച്ചും കൂടി അങ്ങോട്ട് പോയിട്ടാണ് അല്ലെ ബഹിരാകാശ പദ്ധതികളൊക്കെ തുടക്കം കുറിക്കുന്നത്. അപ്പൊ 1962 ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകരിക്കുന്നത്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന, അതായത് ISRO, ഈ ISROനെയാണ് ഇവര് വളച്ചു തിരിച്ച് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. ISRO രൂപീകൃതമായത് എന്നാണ് 1969. നമ്മളുടെ ഇന്ദിരാഗാന്ധി ഒന്നാമത്തെ ബാങ്ക് ദേശസാൽക്കരണം നടത്തുന്നത് അല്ലെ, ഒന്നാമത്തെ ബാങ്ക് ദേശസാൽക്കരണം നടത്തുന്നതും ഇതേ 1969. 1969 പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. ഒന്നാമത്തത് ISRO രൂപീകരിക്കുന്നത്. നമുക്കറിയാം ഇന്ന് മറ്റ് പല രാജ്യങ്ങളുടെ ഒപ്പത്തിനൊപ്പം നമ്മൾ ISRO എത്തിയിട്ടുണ്ട് ഇല്ലേ. ചന്ദ്രനിലാണെന്നുണ്ടെങ്കിൽ എന്ത് കാര്യം ചെയ്യാനും മറ്റുള്ള രാജ്യങ്ങളുടെ ഒപ്പം നമ്മൾ എത്തിയിരിക്കുന്നു. അപ്പൊ ISRO രൂപീകരിച്ചത് 1969. അതേപോലെ തന്നെ ഒന്നാമത്തെ ബാങ്ക് ദേശസാൽക്കരണം നടത്തിയതും 1969. ഇന്ദിരാഗാന്ധിയാണ് നടത്തിയത് അല്ലെ. ഇനി അതേപോലെ തന്നെ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന് നേതൃത്വം വഹിക്കുന്നത് ISRO ആണെന്ന് നമുക്കറിയാം. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏതായിരുന്നു? റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പ, തിരുവനന്തപുരം. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ തുമ്പയാണ് അല്ലെ. തുമ്പയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിച്ചത്. ഇന്ത്യ ആദ്യമായിട്ട് വിക്ഷേപിച്ച ഉപഗ്രഹം ആര്യഭട്ടയാണ്, എല്ലാവർക്കും അറിയായിരിക്കും. ആദ്യമായിട്ട് വിക്ഷേപിച്ച ഉപഗ്രഹം, ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ആര്യഭട്ടയാണ്. 1975 വിക്ഷേപിച്ചത്. ഇനി ഇന്ത്യയിൽ ഉപഗ്രഹങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച സ്ഥാപനങ്ങൾ, ഒന്ന് നാഷണൽ റിമോട്ട് സെൻസിങ് ഏജൻസി, നാഷണൽ റിമോട്ട് സെൻസിങ് ഏജൻസിയും ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയും. ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി മുമ്പ് നമ്മുടെ VOക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇന്ത്യയിൽ ഉപഗ്രഹങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ള സ്ഥാപനങ്ങളാണ് നാഷണൽ റിമോട്ട് സെൻസിങ് ഏജൻസിയും ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയും. നാഷണൽ റിമോട്ട് സെൻസിങ് ഏജൻസി, നാഷണൽ റിമോട്ട് സെൻസിങ് ഏജൻസി, ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി, ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി. ഈ നാഷണൽ റിമോട്ട് സെൻസിങ് ഏജൻസി നമുക്ക് പെട്ടെന്ന് കിട്ടും, നമുക്ക് സ്ഥിരം കേൾക്കാറുള്ളതാണ്. നാഷണൽ റിമോട്ട് സെൻസിങ് എന്നുള്ള വാക്ക് റിമോട്ട് സെൻസിങ് ഏജൻസി എന്ന് കിട്ടും. ഈ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി നമുക്ക് കിട്ടണമെന്നില്ല, അതുകൊണ്ട് അതും കൂടി ശ്രദ്ധിക്കുക. ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയും ഇന്ത്യയിലെ ഉപഗ്രഹങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച സ്ഥാപനങ്ങളാണ്. ഇന്ത്യയിലെ ബഹിരാകാശ കമ്മീഷൻ രൂപീകരിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് ഒന്ന് വിക്രം സാരാഭായും മറ്റൊന്ന് നെഹ്റുവാണ്. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്ന് പറയാറില്ലേ, വിക്രം സാരാഭായ് ആണ് ഇന്ത്യയിലെ ബഹിരാകാശ കമ്മീഷൻ രൂപീകരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത്. അതേപോലെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ആണവ രംഗത്തുള്ള പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകിയ പ്രമുഖ ശാസ്ത്രജ്ഞന്മാർ എന്ന് പറയുന്നുണ്ട്. ശാസ്ത്രജ്ഞന്മാരെ രാജാ രാമണ്ണയും അബ്ദുൽ കലാമുമാണ്. ശാസ്ത്രജ്ഞന്മാരാണ് രാജാ രാമണ്ണയും അബ്ദുൽ കലാമും. ഇന്ത്യയുടെ ആദ്യത്തെ ചന്ദ്ര പരീക്ഷണ ദൗത്യം എന്തായിരുന്നു? ചന്ദ്രയാൻ ആയിരുന്നു അല്ലെ. ചന്ദ്ര പരീക്ഷണ ദൗത്യം ചന്ദ്രയാൻ 1 കുറിച്ചിട്ടും ചന്ദ്രയാൻ 3 കുറിച്ചിട്ടും നിങ്ങൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കണം. ചന്ദ്രയാൻ 3 കുറിച്ച് നന്നായി ഡീപ്പായി പഠിച്ചിട്ട് പോകണം. ഒരു എക്സാമിന് പോലും ഇപ്പൊ ചന്ദ്രയാൻ 3 വരാത്തതില്ല, അതുകൊണ്ട് ചന്ദ്രയാൻ 3 കുറിച്ച് നന്നായി പഠിച്ചു വെക്കാം. ഈ ചന്ദ്രയാൻ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് നമ്മൾ 2008 ഒക്ടോബറിലാണ്. 2008 ചന്ദ്രയാൻ പദ്ധതിക്ക് നമ്മൾ തുടക്കം കുറിക്കുന്നത്. ഇനി നമ്മുടെ ചന്ദ്രയാൻ 3 എന്നാണ് വിക്ഷേപിച്ചത്? ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് 2023 അല്ലെ. 2023 ജൂലൈ 14 നമ്മൾ വിക്ഷേപിച്ചത്. 7ാമത്തെ മാസം 14ാമത്തെ തീയതി. ഈ 14ന്റെ നേരെ പകുതിയാണ് 7 അല്ലെ. അങ്ങനെ ഓർത്തിരുന്നാൽ പിന്നെ മറക്കില്ല. 14 നമുക്ക് വർഷം നമുക്ക് 2023 കിട്ടും. നമുക്ക് എപ്പോഴും മാസവും ഡേറ്റ് ആണ് നമുക്ക് സംശയം വരാം. അപ്പൊ 14ന്റെ നേരെ പകുതിയല്ലേ 7. 7ാം മാസം എന്ന് പറയുന്നത് ജൂലൈ ആണ്. ജൂലൈ 14 നമ്മൾ ചന്ദ്രയാൻ 3 ഇവിടെ നിന്ന് വിക്ഷേപിക്കുന്നത്. ചന്ദ്രയാൻ 3 അവിടെ സേഫ് ലാൻഡ് ചെയ്യുന്നത് 2023. കണ്ട അവിടെ തന്നെ 3 ഇല്ലേ. 2023 ഓഗസ്റ്റ് 23. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രയാൻ 3 അവിടെ സേഫ് ലാൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓഗസ്റ്റ് 23 ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ചു വെക്കുക. ചന്ദ്രയാൻ 3 അതിന്റെ ലാൻഡറും അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായി പഠിച്ചു വെക്കണം. റോവറും ഒക്കെ പഠിച്ചു വെക്കണം. അതൊക്കെ പറയാൻ പോയാൽ നമ്മൾ ഈ കാര്യം തീരില്ല. അപ്പൊ ചന്ദ്രയാൻ 3 എന്നാണ് വിക്ഷേപിച്ചത്? 2023 ജൂലൈ 14 വിക്ഷേപിച്ചത്. സേഫ് ലാൻഡ് ചെയ്തത് 2023 ഓഗസ്റ്റ് 23 അവിടെ സേഫ് ലാൻഡ് ചെയ്തത്.
ഇനി അമേരിക്ക, റഷ്യ, യൂറോപ്യൻ സ്പേസ് ഏജൻസി, ചൈന, ജപ്പാൻ എന്നിവയ്ക്ക് ശേഷം ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ സ്വന്തം പേടകമിറക്കിയ രാജ്യം ഇന്ത്യയാണ്. അല്ലെ, നമ്മൾ എത്രാമത്തെ രാജ്യമായി മാറി? നമ്മൾ 4ാമത്തെ രാജ്യമായിട്ട് മാറി. സേഫ് ലാൻഡ് ചെയ്ത 4ാമത്തെ രാജ്യം. ഭ്രമണപഥത്തിൽ എത്തിയ രാജ്യമല്ല, ചന്ദ്രനിൽ സേഫ് ലാൻഡ് ചെയ്ത, അതാണ് ഏറ്റവും റീസെന്റ് ആയിട്ടുള്ളത്. ചന്ദ്രനിൽ സേഫ് ലാൻഡ് ചെയ്ത 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. എന്നാൽ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ എത്തിച്ചേർന്ന ആദ്യത്തെ രാജ്യം ഇന്ത്യയാണ്. ദക്ഷിണ ധ്രുവത്തിൽ എത്തിച്ചേർന്ന ആദ്യത്തെ രാജ്യം ഇന്ത്യയാണ്. ചന്ദ്രനിൽ സേഫ് ലാൻഡ് ചെയ്ത 4ാമത്തെ രാജ്യവും ഇന്ത്യ തന്നെയാണ്. ഇന്ത്യക്ക് മുമ്പ് ചന്ദ്രനിൽ സേഫ് ലാൻഡ് ചെയ്തത് ചൈന സേഫ് ലാൻഡ് ചെയ്തിട്ടുണ്ട്, റഷ്യ സേഫ് ലാൻഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ അമേരിക്ക സേഫ് ലാൻഡ് ചെയ്തിട്ടുണ്ട്. അല്ലെ, അമേരിക്ക, റഷ്യ, ചൈന ഈ 3 രാജ്യങ്ങളാണ് ഇന്ത്യക്ക് മുമ്പ് നമ്മുടെ മൂണില് ചന്ദ്രനിൽ സേഫ് ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഭ്രമണപഥത്തിൽ എത്തിച്ചേർന്നതല്ല, സേഫ് ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഏതൊക്കെയാണ്? അമേരിക്ക, റഷ്യ, ചൈന ഈ 3 രാജ്യങ്ങളാണ്. 4ാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ മാറി. എന്നാൽ സൗത്ത് പോളില് അല്ലെങ്കിൽ ദക്ഷിണ ധ്രുവത്തിൽ എത്തിച്ചേർന്ന ആദ്യത്തെ രാജ്യവും ഇന്ത്യ തന്നെയാണ്. അതേപോലെ തന്നെ നമ്മുടെ ചൊവ്വ ദൗത്യത്തിന്റെ പേരെന്താണ്? എല്ലാവർക്കും അറിയുമല്ലോ, മംഗളയാനാണ് അല്ലെ. ചൊവ്വ ദൗത്യം മംഗളയാൻ എന്നാണ് 2013 വിക്ഷേപിച്ചത്. പിന്നെ നമ്മുടെ ഈ വിക്രം സാരാഭായിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ APJ അബ്ദുൽ കലാമിനെ കുറിച്ചിട്ടും കുറച്ച് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. ആദ്യം വിക്രം സാരാഭായിനെ കുറിച്ച് പറയാം. ആണവ ശാസ്ത്ര മേഖലയിലും ബഹിരാകാശ മേഖലയിലും, ആണവ ശാസ്ത്ര മേഖലയിലും അതേപോലെ തന്നെ ബഹിരാകാശ മേഖലയിലും ഒരുപോലെ സംഭാവന നൽകിയ ശാസ്ത്രജ്ഞനാണ് വിക്രം സാരാഭായ്. അഹമ്മദാബാദിലെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയിൽ ഫിസിക്സ് പ്രൊഫസറും ഡയറക്ടറുമായിരുന്നു. അഹമ്മദാബാദിലെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി, നമ്മൾ മുമ്പ് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. എന്താണ് പറഞ്ഞത്? അതായത് ഇന്ത്യയിൽ ഉപഗ്രഹങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന 2 സ്ഥാപനങ്ങളിൽ ഒന്നാണ് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി എന്ന് പറഞ്ഞത്. ഈ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയിലെ ഫിസിക്സ് പ്രൊഫസറും ഡയറക്ടറുമായിരുന്നു. തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം, അഹമ്മദാബാദിലെ ഉപഗ്രഹ വാർത്താവിനിമയ കേന്ദ്രം തുടങ്ങിയവയുടെ ശില്പിയാണ്. തുമ്പയിലെ ബഹിരാകാശ ഗവേഷണ കേന്ദ്രവും അഹമ്മദാബാദിലെ ഉപഗ്രഹ വാർത്താവിനിമയ കേന്ദ്രം തുടങ്ങിയവയുടെ ശില്പിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ തുമ്പയിലെ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ VSSC വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്നുള്ള പേര് നൽകിയത്. ഇനി APJ അബ്ദുൽ കലാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതിയാണ് അല്ലെ. ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതിയാണ് APJ അബ്ദുൽ കലാം എന്ന് പറയുന്നത്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. അതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ അല്ലെ. അറിയാത്തവരാരും ഉണ്ടാവില്ല. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. ISROയുടെ ചുമതല വഹിച്ച അദ്ദേഹം ബഹിരാകാശ ഉപഗ്രഹ വിക്ഷേപണ വാഹിനികളായിട്ടുള്ള SLV-3യും PSLV അല്ലെ, നമ്മൾ ഇത് വിക്ഷേപിച്ചത് നമ്മുടെ ആദിത്യ L1 എന്നാണ് വിക്ഷേപിച്ചത്. ആദിത്യ L1 നമ്മൾ വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2-നാണ്. അതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെപ്റ്റംബർ 2 എന്ന് വെച്ചാൽ നാളികേര ദിനമാണ്. നല്ല ചൂടുള്ള ദിവസം അല്ലെ. നമ്മളെല്ലാവരും കരിക്കും വെള്ളം വാങ്ങിച്ചു കുടിക്കും ഇല്ലേ. കരിക്ക് വാങ്ങിച്ചു കുടിക്കും. അപ്പൊ തന്നെ നമുക്ക് സൂര്യനെ ഓർക്കുമ്പോൾ തന്നെ നമുക്ക് സെപ്റ്റംബർ 2 കിട്ടും. പിന്നെ അത് മാത്രമല്ല, സെപ്റ്റംബർ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ടെമ്പർ ഉണ്ട്. ഒരു ടെമ്പർ ഇല്ലേ. അപ്പൊ തന്നെ നമുക്ക് അവിടെ കിട്ടും ഏത് മാസമാണ്? സെപ്റ്റംബർ ആണ്. സെപ്റ്റംബർ 2023 സെപ്റ്റംബർ 2-നാണ് ആദിത്യ L1 വിക്ഷേപിച്ചത്. ഈ ആദിത്യ L1ന്റെ വിക്ഷേപണ വാഹനം ഏതായിരുന്നു? ആദിത്യ L1ന്റെ വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത് PSLV-C-57 ആയിരുന്നു. PSLV-C-57. ഈ L1 എന്നുള്ളതിന്റെ L എടുത്ത് തിരിച്ചിട്ടാൽ നമുക്ക് 7 കിട്ടും അല്ലെ. 57 PSLV-C-57 നമ്മൾ എന്ത് വിക്ഷേപിച്ചത്? ആദിത്യ L1 വിക്ഷേപിച്ചത്. അപ്പൊ ഈ PSLV വെഹിക്കിൾ ആരാണ് വികസിപ്പിച്ചെടുത്തത്? നമ്മുടെ APJ അബ്ദുൽ കലാമാണ്. SLV-3യും അതുപോലെ തന്നെ SLV-3യും PSLV-യും വികസിപ്പിച്ചെടുക്കാൻ പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ് നമ്മുടെ APJ അബ്ദുൽ കലാം എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്? ശാസ്ത്ര സാങ്കേതിക രംഗത്തെയും അതേപോലെ തന്നെ ബഹിരാകാശ ഗവേഷണ രംഗത്തെയും ഇന്ത്യയുടെ നേട്ടങ്ങളാണ് പറഞ്ഞത്. ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു, സ്വാതന്ത്ര്യാനന്തരം ഈ ശാസ്ത്ര മേഖലയിലും ഉള്ള ഗവേഷണ സമിതിയുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിയ 2 വ്യക്തികളുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹോമി ജെ ഭാഭയും അതുപോലെ തന്നെ SN ഭട്നഗറും. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചും ഇന്ത്യൻ ആണവോർജ കമ്മീഷനും ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചും ഇത് രണ്ടും രൂപീകരിക്കാൻ നേതൃത്വം നൽകിയത് ഹോമി ജെ ഭാഭയാണ് നേതൃത്വം നൽകിയത്. അതേപോലെ തന്നെ നമ്മുടെ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ 1-ാം പഞ്ചവത്സര പദ്ധതിയിൽ ആരംഭിച്ച ഗവേഷണ സ്ഥാപനങ്ങളാണ്
സ്ഥാപനങ്ങളാണ് ICMR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചും അതേപോലെ തന്നെ ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചർ റിസർച്ചും, പിന്നെ ശാസ്ത്ര വ്യവസായിക സമിതി എന്നുള്ളത്. ഇനി നമ്മൾ ബഹിരാകാശ രംഗത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകരിച്ചത് 1962ലാണ്. എന്നാൽ ബഹിരാകാശ ഗവേഷണ സംഘടന അഥവാ ISRO രൂപീകരിച്ചത് 1969ലാണ് നമ്മൾ രൂപീകരിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പയാണ്. ആദ്യമായിട്ട് ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ആര്യഭട്ടയാണ് 1975ലാണ് വിക്ഷേപിച്ചത്. ഇന്ത്യയിൽ ഉപഗ്രഹങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന സ്ഥാപനങ്ങൾ ഒന്ന് റിമോട്ട് സെൻസിംഗ് ഏജൻസിയും പിന്നൊന്ന് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയുമാണ്. ഇന്ത്യൻ ബഹിരാകാശ കമ്മീഷൻ രൂപീകരിച്ചതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തികൾ ആരാണ്? ദേശീയ ബഹിരാകാശ കമ്മീഷൻ രൂപീകരിച്ചതിൽ പങ്കുവച്ച പ്രധാനപ്പെട്ട 2 വ്യക്തികൾ, ഒന്ന് നെഹ്റുവും പിന്നൊന്ന് വിക്രം സാരാഭായി ആണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ആണവ രംഗത്തുള്ള പരീക്ഷണങ്ങൾക്ക് പരീക്ഷണങ്ങളൊക്കെ നടത്ത ശാസ്ത്രജ്ഞന്മാരല്ലേ, അപ്പൊ പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകിയ പ്രമുഖ ശാസ്ത്രജ്ഞന്മാർ ആരാണ്? അത് രാജാരാമണ്ണയും അബ്ദുൽ കലാമുമാണ്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ ചന്ദ്രയാനെ കുറിച്ചും മംഗളയാനെ കുറിച്ചിട്ടും അതുപോലെ വിക്രം സാരാഭായിനെ കുറിച്ചിട്ടും അബ്ദുൽ കലാമിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടിയാണ് പറയുന്നത്. അടുത്തത്, വിദ്യാഭ്യാസ രംഗത്ത് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ എന്തൊക്കെ നേട്ടങ്ങൾ കൈവരിച്ചു? നിങ്ങൾ നമ്മുടെ ഈ കേന്ദ്ര മന്ത്രിസഭ ആദ്യത്തെ കേന്ദ്ര മന്ത്രിസഭ എടുക്കുകയാണെങ്കിലും നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ എടുക്കുകയാണെങ്കിലും അതേപോലെ തന്നെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ എടുക്കുകയാണെങ്കിലും എല്ലാവരും തന്നെ നല്ല വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകളാണ് അല്ലെ. അവരുടെ ചിന്തകൾക്ക് തന്നെ മാറ്റമുണ്ടാക്കാൻ ഈ വിദ്യാഭ്യാസത്തിന് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ രാജാറാം മോഹൻ റോയ് തന്നെ പറയാണ്, ഇന്ത്യക്കാർ വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ആദരവ് ഇനി പാത്രമായി തീരും. കുറച്ചും കൂടി നല്ല വിദ്യാഭ്യാസം ലഭിച്ചാൽ ഇന്ത്യക്കാർക്ക് മറ്റുള്ളവരുടെ ആദരവ് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് രാജാറാം മോഹൻ റോയ് തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇത്തരത്തില് ഈ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം അറിയുന്നവരാണ് നമ്മളുടെ ഇതിലെ എല്ലാവരും. സ്വാതന്ത്ര്യ സമര സേനാനികളാണെങ്കിലും കേന്ദ്ര മന്ത്രിസഭയിലെ അംഗങ്ങളാണെങ്കിലും ഭരണഘടനാ നിർമ്മാണ സഭയിലുള്ളവരാണെങ്കിലും ഒക്കെ തന്നെ അവർക്കെല്ലാവർക്കും വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം അറിയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം 1948 തന്നെ ഒരു വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിക്കുകയാണ്. നമ്മുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയായിട്ടുള്ള ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അധ്യക്ഷനായിക്കൊണ്ടുള്ള ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ രാധാകൃഷ്ണൻ കമ്മീഷൻ എന്നുള്ള പേരിൽ ഒരു കമ്മീഷൻ നിയമിക്കുകയാണ്. അപ്പോൾ ഇനി വരുന്ന തലമുറകൾ നല്ല വിദ്യാഭ്യാസം ലഭിക്കണം, ഉന്നത വിദ്യാഭ്യാസം, സാധാ വിദ്യാഭ്യാസമല്ല ഉന്നത വിദ്യാഭ്യാസം ലഭിക്കണം. അതിന് വേണ്ടിയിട്ട് ഈ സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഒരു കമ്മീഷനെ നിയമിക്കുന്നത്. അപ്പോൾ ഈ ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ കമ്മീഷന്റെ ഉദ്ദേശം എന്തായിരുന്നു അല്ലെങ്കിൽ ലക്ഷ്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ എന്താണ്? സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനമാണ്. ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന കമ്മീഷൻ ലക്ഷ്യം എന്നുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് UGC യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ രൂപീകരിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ടും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ടും ഒക്കെ അദ്ദേഹം പറയുകയുണ്ടായിരുന്നു. അപ്പൊ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക, അതുപോലെ സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുക, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ രൂപീകരിക്കുക, ഇതൊക്കെ ആര് മുന്നോട്ട് വെച്ച ശുപാർശകളാണ്? രാധാകൃഷ്ണൻ കമ്മീഷൻ മുന്നോട്ട് വെച്ച ശുപാർശകളാണ്. എന്തൊക്കെ? സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുക, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക, അതുപോലെ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ രൂപീകരിക്കുക തുടങ്ങിയവ. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കമ്മീഷനാണ് ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ. മുതലിയാർ എന്ന് പറയുമ്പോൾ തന്നെ 3 ഭാഷ, മുതലിയാർ 3 ഭാഷ എന്നുള്ളതാണ് പ്രധാനം. എപ്പോഴും അതാണ് എടുത്ത് ചോദിക്കാറ്. നമ്മൾ ഈ രാധാകൃഷ്ണൻ കമ്മീഷൻ സർവകലാശാല പഠനമല്ലേ, അപ്പൊ മുതലിയാർ കമ്മീഷൻ ആണെങ്കിൽ സെക്കൻഡറി വിദ്യാഭ്യാസത്തിനെ കുറിച്ച് പഠിക്കാൻ വന്ന കമ്മീഷനാണ്. സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെ കുറിച്ച് പഠിക്കാൻ വന്ന കമ്മീഷനാണ് മുതലിയാർ കമ്മീഷൻ എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാന റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് 3 ഭാഷയായിരുന്നു. ത്രിഭാഷാ പഠന പദ്ധതി ത്രിഭാഷാ പദ്ധതി. നമുക്കറിയാം, നമ്മളാണെങ്കിലും സ്കൂളുകളിൽ 3 ഭാഷകൾ പഠിക്കുന്നുണ്ട് അല്ലെ. നമ്മുടെ മാതൃഭാഷ കമ്പൽസറിയാണ്, പഠിക്കുന്നുണ്ട്. അതോടൊപ്പം ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്, പിന്നെ ഹിന്ദിയും പഠിക്കുന്നുണ്ട് അല്ലെ. 3 ഭാഷകൾ. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പല രാജ്യങ്ങളിലും പോയി കഴിഞ്ഞാൽ അവർക്ക് അവരുടെ സ്വന്തം ഭാഷ, മാതൃഭാഷ അല്ലാതെ ഇംഗ്ലീഷ് പോലും കൃത്യമായിട്ട് സംസാരിക്കാൻ അറിയാത്ത രാജ്യങ്ങളുണ്ട് ഇല്ലേ.
എന്നാൽ നമ്മുടെ രാജ്യത്തുള്ള അത്യാവശ്യം നന്നായി പഠിച്ചു വരുന്ന എല്ലാവർക്കും അവരുടെ മാതൃഭാഷയും അതോടൊപ്പം തന്നെ എന്തും നന്നായി സംസാരിക്കാൻ കഴിയും, ഇംഗ്ലീഷും നന്നായി സംസാരിക്കാൻ സാധിക്കും അല്ലേ. കാരണം എന്താ, നമ്മൾ പ്രാഥമിക തലം തൊട്ടേ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നൽകുന്നുണ്ട്. 3 തരത്തിലുള്ള ഭാഷാ പഠനം. ഒന്നാമത്തത് മാതൃഭാഷ, രണ്ടാമത്തത് ഇംഗ്ലീഷ്, അതോടൊപ്പം തന്നെ നമ്മൾ ഹിന്ദിയും പഠിപ്പിക്കുന്നുണ്ട്. ആ ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം എന്നുള്ളത് ആരുടെ ശുപാർശയായിരുന്നു? ഈ ലക്ഷ്മണ സ്വാമി മുതലിയാരുടെ ശുപാർശയായിരുന്നു. അപ്പൊ മുതലിയാർന്ന് കേൾക്കുമ്പോൾ തന്നെ 3 ഭാഷ, മുതലിയാർന്ന് കേൾക്കുമ്പോൾ തന്നെ 3 ഭാഷ എന്ന് ഓർക്കാം. പിന്നെ സെക്കൻഡറി തലത്തിലുള്ള വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കണം. അതുപോലെ അധ്യാപകർക്കും പരിശീലനം നൽകണം അല്ലെ. നമ്മളെ ഇപ്പൊ ടീച്ചേഴ്സൊക്കെ ഇടയ്ക്കിടയ്ക്കിട്ട് അവർ ട്രെയിനിങ്ങിന് പോകാറില്ലേ. അപ്പൊ അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കുക, വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കുക. അതിൽ ഏറ്റവും പ്രധാനം ത്രിഭാഷാ പഠനം തന്നെയാണ്. ത്രിഭാഷാ പഠനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശുപാർശ എന്ന് പറയുന്നത്. അതോടൊപ്പം വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കുക, അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കുക, സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കുക എന്നുള്ളതൊക്കെ ആരുടെ ശുപാർശകളാണ്? ലക്ഷ്മണസ്വാമി മുതലിയാരുടെ ശുപാർശകളാണ്. ഇനി അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ അല്ലെ. 1964 കോത്താരി കമ്മീഷൻ. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണെന്ന് പറഞ്ഞത് ഈ ഡോക്ടർ DS കോത്താരിയാണ്. മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ് ഇത് ആര് പറഞ്ഞ വാക്കുകളാണെന്ന്. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണെന്ന് പറഞ്ഞത് ഡോക്ടർ DS കോത്താരിയാണ്. ഈ കോത്താരി കമ്മീഷൻ എന്നാണ്? 1964. അതിനു മുമ്പ് നമ്മൾ പറഞ്ഞ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ 1952. കോത്താരി കമ്മീഷൻ എന്ന് വെച്ചാൽ വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെക്കുറിച്ചുള്ള നിർദ്ദേശം എന്നാണ്. അതായത് വിദ്യാഭ്യാസത്തിന് ഒരു ദേശീയ മാതൃക 10+2+3 അല്ലെ. 10+2+3 SLC വരെ 10, പിന്നെ അത് കഴിഞ്ഞിട്ട് +1+2 അല്ലെ, അല്ലെങ്കിൽ VHSE പഠനം 10+2+3 3 വർഷത്തെ ഡിഗ്രി ബിരുദ പഠനം. അങ്ങനത്തെ സ്ട്രക്ചർ 10+2+3 എന്നുള്ള സ്ട്രക്ചർ നടപ്പിലാക്കാൻ എന്ന മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ ശുപാർശ ചെയ്തത് ആരാണ്? അത് കോത്താരി കമ്മീഷനാണ്. അതും എപ്പോഴും എടുത്ത് ചോദിക്കാറുണ്ട്. കോത്താരി കമ്മീഷൻ എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെക്കുറിച്ചുള്ള നിർദ്ദേശം വെച്ച കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ എന്ന് പറയുന്നത്. 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കുക, സെക്കൻഡറി തലത്തിലും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കുക, മൂല്യവിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുക എന്നുള്ളതൊക്കെ കോത്താരി കമ്മീഷന്റെ ശുപാർശകളായിരുന്നു. അപ്പൊ ഈ 3 കമ്മീഷനും ഇമ്പോർട്ടന്റ് ആണ്. ആദ്യം തന്നെ സർവകലാശാല പഠനത്തിനാണ് അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഡോക്ടർ S രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഡോക്ടർ S രാധാകൃഷ്ണൻ കമ്മീഷൻ 1948 വന്നു. സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനമായിരുന്നു. അതിൻ്റെ ഇതിലാണ് UGC യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ രൂപീകരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ശുപാർശയാണ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ രൂപീകരിക്കുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുക, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക എന്നുള്ളതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ എന്ന് പറയുന്നത് സെക്കൻഡറി വിദ്യാഭ്യാസത്തെ കുറിച്ച് പഠിക്കാൻ വന്ന കമ്മീഷനാണ്. മുതലിയാർ കമ്മീഷന്റെ ഏറ്റവും പ്രധാനം 3 ഭാഷയാണ്. ത്രിഭാഷ പഠന പദ്ധതി നടപ്പിലാക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ശുപാർശയായിരുന്നു. അതോടൊപ്പം തന്നെ അധ്യാപക പരിശീലന സമിതികൾ രൂപീകരിക്കുക എന്നുള്ളതും. നേരത്തെ നമ്മൾ സർവകലാശാലകൾക്ക് വേണ്ടിയിട്ടാണ് UGC യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അല്ലെ. അതുപോലെ സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കുക, വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കുക എന്നുള്ളതൊക്കെ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷന്റെ ശുപാർശകളായിരുന്നു. പിന്നെ പറഞ്ഞത് കോത്താരി കമ്മീഷൻ 1964 അത് വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെ കുറിച്ചുള്ള നിർദ്ദേശമാണ് നൽകിയത്. ദേശീയ മാതൃകയാണ് 10+2+3 എന്നുള്ള മാതൃക വിദ്യാഭ്യാസം നടപ്പിലാക്കുക. ആ മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ശുപാർശ. അതോടൊപ്പം തന്നെ മൂല്യവിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുക എന്നുള്ളതും സെക്കൻഡറി തലത്തിൽ തന്നെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കുക എന്നുള്ളതും മറ്റ് ശുപാർശകളായിരുന്നു. ഇനി നമുക്കറിയാലോ ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ചതെന്നാണ്. ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ചത് 1986 എന്നാൽ നമ്മുടെ വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ആക്കിയത്? 86ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ അല്ലെ. 2002 86ാം ഭരണഘടനാ ഭേദഗതിയിൽ. ഇമ്പോർട്ടന്റ് ആണ്, PSC സ്ഥിരം ചോദിക്കാറുള്ളതാണ്. 2002 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തെ മൗലികാവകാശമാക്കി മാറ്റിയത് അല്ലെ. 21A കൊണ്ട് നേട് ചെയ്തു. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം അല്ലെ.
നമ്മുടെ മൗലിക അവകാശമാക്കിക്കൊണ്ട് വന്ന ഭരണഘടനാ ഭേദഗതിയാണ് 2002 86ാമത്തെ ഭരണഘടനാ ഭേദഗതി എന്നുള്ളത്. എന്നാൽ ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ചത് 1986 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ചത് 1986 അവിടെ 86ാമത്തെ ഭേദഗതി, ഇവിടെ 1986. വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നത് 1986, എന്നാൽ വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കിയത് 86ാം ഭരണഘടനാ ഭേദഗതി 2002. അതേപോലെ തന്നെ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് അല്ലെ, വിദ്യാഭ്യാസ അവകാശ നിയമം പാസ്സാക്കിയത് 2009, പക്ഷെ നിലവിൽ വന്നത് 2010 സ്ഥിരം എടുത്തു ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ് വിദ്യാഭ്യാസ അവകാശ നിയമം എന്നുള്ളത്. വിദ്യാഭ്യാസ അവകാശ നിയമം 2009 ഓഗസ്റ്റ് 26, ഡേറ്റും കൂടി പഠിച്ചിരിക്കണം. 2009 ഓഗസ്റ്റ് 26 വിദ്യാഭ്യാസ അവകാശ നിയമം പാസ്സാക്കുന്നത്. എന്നാൽ നിലവിൽ വരുന്നത് അത് 2010 ഏപ്രിൽ 1 പാസ്സാക്കുന്നത് 2009 ഓഗസ്റ്റ് 26 ഡേറ്റ് അടക്കം പ്രത്യേകം മാറ്റി എഴുതി വെച്ച് പഠിക്കുക അറിയാത്തവര്. 2009 ഓഗസ്റ്റ് 26 വിദ്യാഭ്യാസ അവകാശ നിയമം പാസ്സാക്കിയത്. 2010 ഏപ്രിൽ 1 വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് എന്ന് പറയുന്നത്. ഈ ഭരണഘടനാ ഭേദഗതിയാണ് നമ്മൾ പറഞ്ഞത് 2002 86ാം ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇതിൽ മൗലാന അബ്ദുൽ കലാം ആസാദിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാലോ, അദ്ദേഹത്തിന്റെ ജന്മദിനമായിട്ടുള്ള നവംബർ 11 ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നു അല്ലെ. നവംബർ 11 മൗലാന അബ്ദുൽ കലാം ആസാദ് ആരാണ്? നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് എന്നുള്ളത്. അദ്ദേഹത്തിന്റെ ജന്മദിനമായിട്ടുള്ള നവംബർ 11 ഇന്ത്യയിലെ ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്നുള്ളത്. നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമാണെന്ന് ഓർത്തു വെക്കുക. അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവന്ന വലിയൊരു ചുവടുവയ്പ്പായിരുന്നു സമഗ്ര ശിക്ഷാ അഭിയാൻ അല്ലെ. സമഗ്ര ശിക്ഷാ അഭിയാൻ, നമ്മുടെ സർവശിക്ഷാ അഭിയാനും അതുപോലെ തന്നെ രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാനും, ഇതിനെ രണ്ടിനെയും കൂടി സംയോജിപ്പിച്ചുകൊണ്ട് 2018 കേന്ദ്ര സർക്കാർ ആരംഭിച്ചതാണ് സമഗ്ര ശിക്ഷാ അഭിയാൻ എന്നുള്ളത്. അപ്പൊ 2018 കേന്ദ്ര സർക്കാർ സർവശിക്ഷാ അഭിയാനെയും അതുപോലെ രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാനും, സർവശിക്ഷാ അഭിയാനും രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാനും രണ്ടിനെയും കൂടി സംയോജിപ്പിച്ചുകൊണ്ട് ആവിഷ്കരിച്ച പദ്ധതിയാണ് സമഗ്ര ശിക്ഷാ അഭിയാൻ എന്നുള്ളത്. ഇതൊക്കെയാണ് വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ നേട്ടങ്ങളെ കുറിച്ച് പറയുന്നത്. മെയിനായിട്ടും കമ്മീഷൻസിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. അതുപോലെ വിദ്യാഭ്യാസ അവകാശ നിയമം, ആ ഭേദഗതി, അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കണം. ഈ ഭാഗം പഠിക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരുന്ന ഒരു കാര്യമാണ് വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നത്, പിന്നെ അതിനുശേഷം വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിക്കൊണ്ട് ഭരണഘടനാ ഭേദഗതി വന്നത്, അതിനുശേഷം വിദ്യാഭ്യാസ അവകാശ നിയമം കൊണ്ടുവന്നത്. ഇത് മൂന്ന് ഡേറ്റ് ആണ്. ആദ്യത്തേത് വിദ്യാഭ്യാസ നയമാണ്. ഇന്ത്യ ഒരു വിദ്യാഭ്യാസ നയം ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് 1986 1986 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ചത്. നയം രൂപീകരിച്ചത് 1986. ഇനി 86ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ 2002 വിദ്യാഭ്യാസം മൗലികാവകാശമായിട്ട് നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് അല്ലെ. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിത വിദ്യാഭ്യാസം അത് മൗലികാവകാശമാക്കിക്കൊണ്ട് നമ്മുടെ ആർട്ടിക്കിൾ 21A കൊണ്ടൊന്ന് ആഡ് ചെയ്തു അല്ലെ. അത് മാത്രമല്ല മറ്റു പല ആർട്ടിക്കിളുകളിലും കൂടി വ്യത്യാസം വന്നിട്ടുണ്ട്. അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അപ്പൊ അത് 2002 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. അതേപോലെ തന്നെ വിദ്യാഭ്യാസ അവകാശ നിയമം അല്ലെ, നമ്മൾ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ഒരു നിയമം വഴിയാണ് നടപ്പിലാക്കുക. അതിനു വേണ്ടിയിട്ട് ഒരു വിദ്യാഭ്യാസ അവകാശ നിയമം കൊണ്ടുവന്നത്, അത് പാർലമെന്റ് പാസ്സാക്കിയത് 2009 നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1 3 വർഷങ്ങളും പഠിച്ചു. 1986 ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ നയം അഥവാ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ കൊണ്ടുവരുന്നത് NPE എന്ന് പറയും. ഇത് കൊണ്ടുവന്നത് 1986. ഇനി ഇത് വിദ്യാഭ്യാസത്തെ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിത വിദ്യാഭ്യാസം അത് മൗലികാവകാശമാക്കിക്കൊണ്ട് നമ്മുടെ ഭരണഘടനയിൽ ഭേദഗതി കൊണ്ടുവന്നത് 2002 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് പാസ്സാക്കിയത് 2009 ആ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1 അതേപോലെ തന്നെ ഇതിൽ നമ്മൾ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. 1986
ഈ വിദ്യാഭ്യാസ നയത്തിലെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ, വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നു എന്ന് പറഞ്ഞില്ലേ 1986 അതിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളുണ്ട്. അത് നമുക്ക് എന്തായാലും അറിയാം. പെൺകുട്ടികൾക്കുള്ള വിദ്യാഭ്യാസം അല്ലെ, അതിനെന്തായാലും പ്രോത്സാഹനം നൽകണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം നൽകണം എന്നുള്ള കാര്യം പ്രധാന നിർദ്ദേശമാണ്. അതേപോലെ തന്നെ പ്രാഥമിക വിദ്യാഭ്യാസത്തിനും തുടർ വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം നൽകണം. പ്രാഥമിക വിദ്യാഭ്യാസത്തിനും തുടർ വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം നൽകണം. പിന്നെ നിങ്ങൾ ഒരു ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്നുള്ള ഒരു പദ്ധതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്താണ്? ഈ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പ്രൈമറി തലത്തിലെ വിദ്യാഭ്യാസം സാർവത്രികമാക്കാനും സ്കൂളുകളിലുള്ള ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്നുള്ളത്. അപ്പൊ അത് നടപ്പിലാക്കണം. അതേപോലെ തന്നെ ഓരോ ജില്ലയിലും നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കണം. ഇതൊക്കെ 1986 വിദ്യാഭ്യാസ നയത്തിന്റെ നിർദ്ദേശങ്ങളായിരുന്നു. അപ്പൊ പ്രധാനപ്പെട്ട 4 നിർദ്ദേശങ്ങളാണ്. ഒന്നാമത്തത് വേൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകണം, അതിന് പ്രോത്സാഹനം നൽകണം. രണ്ടാമത്തത് പ്രാഥമിക വിദ്യാഭ്യാസത്തിനും തുടർ വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം നൽകണം. പിന്നെ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി നടപ്പിലാക്കണം. ഈ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന് പറഞ്ഞ പദ്ധതി എന്താണ്? പ്രൈമറി തലത്തിലുള്ള വിദ്യാഭ്യാസം സാർവത്രികമാക്കാനും സ്കൂളുകളിലെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ടുള്ള പദ്ധതിയായിരുന്നു ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്നുള്ളത്. അത് നടപ്പിലാക്കണം. അതുപോലെ ഓരോ ജില്ലയിലും നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കണം. ഇതൊക്കെ 1986 വിദ്യാഭ്യാസ നയത്തിന്റെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളായിരുന്നു. ഇനി അടുത്ത് നമ്മുടെ പറഞ്ഞത് സാംസ്കാരിക നേട്ടങ്ങളെ കുറിച്ചിട്ടാണ്. അതിലവിടെ തന്നെ ഒരു ബോക്സിൽ നമ്മുടെ സാംസ്കാരിക വിനിമയം അധ്യാപകർക്കായി എന്ന് പറഞ്ഞിട്ടൊരു ബോക്സിൽ ഒരു കാര്യം തന്നിട്ടുണ്ട്. അതായത് നമ്മുടെ വിദ്യാഭ്യാസത്തെ നമ്മുടെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 1979 രൂപീകരിച്ച സ്ഥാപനമാണ് സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് എന്നുള്ളൊരു സ്ഥാപനം. എന്തിനു വേണ്ടിയിട്ടാണ് ഇത്? വിദ്യാഭ്യാസത്തെ നമ്മുടെ സംസ്കാരവുമായിട്ട് ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 1979 ആരംഭിച്ച സ്ഥാപനമാണ് സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് എന്നുള്ളത്. ഇതിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. അധ്യാപകർക്കും കുട്ടികൾക്കുമായിട്ട് സാംസ്കാരിക വിനിമയത്തിനുള്ള വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. അപ്പൊ ഇതിന്റെ പേര് ഓർത്തു വെക്കുക. എന്താണ്? സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് എന്നുള്ളത് 1979 കേന്ദ്ര സാംസ്കാരിക വകുപ്പാണ് രൂപീകരിച്ചത്. ന്യൂഡൽഹിയാണ് ഇതിന്റെ ആസ്ഥാനം. വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായിട്ട് ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇത് രൂപീകരിച്ചിട്ടുള്ളതെന്നും കൂടിയും ഓർത്തു വെക്കാം. ഇനി അടുത്തത് സാംസ്കാരികമായിട്ടുള്ള നേട്ടങ്ങൾ. സാംസ്കാരികപരമായിട്ട് ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യയുടെ സാംസ്കാരിക മുന്നേറ്റത്തിന്റെ പ്രോത്സാഹനം ലക്ഷ്യമാക്കിയിട്ട് സ്വതന്ത്ര ഇന്ത്യയിൽ പല സ്ഥാപനങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. സാംസ്കാരികമായിട്ടുള്ള മുന്നേറ്റം അതിനു വേണ്ടിയിട്ട് പല സ്ഥാപനങ്ങളും സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ ആരംഭിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ സംഗീത നാടക അക്കാദമി, ലളിതകലാ അക്കാദമി, സാഹിത്യ അക്കാദമി, നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ, നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? സംഗീത നാടക അക്കാദമി, ലളിതകലാ അക്കാദമി, അതുപോലെ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ, നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. ഇതിന്റെ ഒക്കെ ആസ്ഥാനം എവിടെയാണ്? ഇതിന്റെ എല്ലാത്തിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. നമ്മൾ കേരളത്തിൽ പറയുമ്പോൾ ഇതിന്റെയൊക്കെ ആസ്ഥാനം തൃശ്ശൂരാണ് അല്ലെ? അതുകൊണ്ടാണ് നമ്മൾ തൃശ്ശൂരിനെ കേരളത്തിന്റെ സാംസ്കാരിക കേന്ദ്രം എന്ന് പറയുന്നത് അല്ലെ? അതേപോലെ ഇതിന്റെ നമ്മുടെ കേന്ദ്ര തലത്തിൽ പറയുമ്പോൾ ഇതിന്റെ എല്ലാത്തിന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ് ഇതിന്റെ എല്ലാത്തിന്റെയും ആസ്ഥാനം എന്ന് പറയുന്നത്. ഇതിൽ സംഗീത നാടക അക്കാദമി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ, അത് സംഗീതവും നാടകവും, അതായത് സംഗീതത്തിന്റെയും നാടകത്തിന്റെയും പ്രോത്സാഹനമാണ് ലക്ഷ്യം വെക്കുന്നത്. സംഗീത നാടക അക്കാദമി, അപ്പൊ സംഗീതത്തിന്റെയും നാടകത്തിന്റെയും പ്രോത്സാഹനമാണ് ലക്ഷ്യം വെക്കുന്നത്. ദി നാഷണൽ അക്കാദമി ഓഫ് ഡാൻസ്, ഡ്രാമ ആൻഡ് മ്യൂസിക് എന്നാണ് ഇത് മുമ്പ് അറിയപ്പെട്ടിരുന്നത്. ഈ സംഗീത നാടക അക്കാദമിയുടെ മുമ്പത്തെ പേരെന്ന് പറയുന്നത് ദി നാഷണൽ അക്കാദമി ഓഫ് ഡാൻസ്, ഡ്രാമ ആൻഡ് മ്യൂസിക്. സംഗീതം എന്നുള്ളത് മ്യൂസിക്, നാടകം എന്നുള്ളത് ഡ്രാമ, അതിന്റെ കൂടെ എന്തും കൂടി വരുന്നുണ്ട്? ഡാൻസും കൂടി വരുന്നുണ്ടെന്ന് മാത്രം. ദി നാഷണൽ അക്കാദമി ഓഫ് ഡാൻസ്, ഡ്രാമ ആൻഡ് മ്യൂസിക് എന്നായിരുന്നു ഇതിന്റെ ആദ്യത്തെ പേര്. അപ്പൊ സ്റ്റേറ്റ്മെന്റിലൊക്കെ വരാൻ ചാൻസ് ഉള്ളതാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള കാര്യമായതുകൊണ്ട് ശ്രദ്ധിച്ച് പഠിക്കണം. സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ദി നാഷണൽ അക്കാദമി ഓഫ് ഡാൻസ്, ഡ്രാമ ആൻഡ് മ്യൂസിക് എന്നായിരുന്നു ഇതിന്റെ മുമ്പത്തെ പേര്. സംഗീതത്തിന്റെയും നാടകത്തിന്റെയും പ്രോത്സാഹനമാണ് ലക്ഷ്യം.
ഇനി അതുപോലെ തന്നെ ലളിതകലാ അക്കാദമി എന്നുള്ളത്. ലളിതകലാ അക്കാദമി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകളുടെ പ്രചാരമാണ് ഇതിന്റെ ലക്ഷ്യം. ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകളുടെ പ്രചാരം. അപ്പൊ ഇന്ന കല എന്ന് പറയുന്നില്ല, ഇന്ത്യൻ കലകളുടെ പ്രചാരമാണ് ലളിതകലാ അക്കാദമി. അവിടെ കല എന്ന് വരുന്നില്ലേ, ലളിത കല, കലകളുടെ പ്രചാരം, അല്ലാതെ ഇന്ന കല എന്ന് പറയുന്നില്ല, കലകളുടെ പ്രചാരമാണ്. അത് ഇന്ത്യക്ക് പുറത്താണെങ്കിലും ഇന്ത്യക്ക് അകത്താണെങ്കിലും. അതാണ് ഈ ലളിതകലാ അക്കാദമിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. സാഹിത്യ അക്കാദമി എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, സാഹിത്യ രംഗത്തിന്റെ ഉന്നമനമാണല്ലോ. അപ്പൊ ഇന്ത്യൻ സാഹിത്യത്തിന്റെയാണ്, അല്ലാതെ പുറമെ നിന്നുള്ള സാഹിത്യത്തിന്റെ അല്ല, ഇന്ത്യൻ സാഹിത്യത്തിന്റെ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് സാഹിത്യ അക്കാദമി. ഇനി നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സംഗീത നാടക അക്കാദമിയുടെ കീഴിലുള്ളതാണ് ഈ സ്കൂൾ ഓഫ് ഡ്രാമ എന്ന് പറയുന്നത്. സംഗീത നാടക അക്കാദമി ഏറ്റവും മെയിൻ അതാണ്, സംഗീത നാടക അക്കാദമി. ആ സംഗീത നാടക അക്കാദമിയുടെ കീഴിൽ വരുന്നതാണ് ഇത് സ്കൂൾ ഓഫ് ഡ്രാമ, നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ എന്ന് പറയുന്നത്. അതിന്റെയും ആസ്ഥാനം ന്യൂഡൽഹി തന്നെയാണ്. ഇനി നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. ആ ബുക്ക് എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ, എന്തോ പുസ്തകവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അല്ലേ. അതായത് കുറഞ്ഞ ചെലവിൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് ഈ നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ലക്ഷ്യം. വായന വളർത്തുക, അതുപോലെ ഇന്ത്യൻ പുസ്തകങ്ങൾ സ്വദേശത്തും വിദേശത്തും പ്രോത്സാഹിപ്പിക്കുക. അപ്പൊ കുറഞ്ഞ ചെലവിൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, അവിടെ മെയിൻ ആയിട്ട് ലക്ഷ്യം വെക്കുന്നത് ഈ ഇന്ത്യൻ പുസ്തകങ്ങളെ സ്വദേശത്തും വിദേശത്തും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ വായനയെ വളർത്തിയെടുക്കുക എന്നുള്ളതും. അപ്പൊ ഈ സ്ഥാപനങ്ങളൊക്കെ പഠിച്ചോ? ഇതൊക്കെ മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. സംഗീത നാടക അക്കാദമി, സംഗീത നാടക അക്കാദമി എന്ന് പറയുമ്പോൾ തന്നെ സംഗീതവും നാടകവും അല്ലെ, സംഗീതത്തിന്റെയും നാടകത്തിന്റെയും പ്രോത്സാഹനമാണ് മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം. മുമ്പത്തെ പേരെന്തായിരുന്നു? ദി നാഷണൽ അക്കാദമി ഓഫ് ഡാൻസ് ആൻഡ് ഡ്രാമ ആൻഡ് മ്യൂസിക് എന്നായിരുന്നു ആദ്യത്തെ പേര്. ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ലളിതകലാ അക്കാദമി എന്ന് പറയുമ്പോൾ അവിടെ കല വരുന്നുണ്ടല്ലേ. അപ്പൊ ഇന്ത്യൻ കലകളുടെ പ്രോത്സാഹനം അല്ലെങ്കിൽ ഇന്ത്യൻ കലകളുടെ പ്രചാരം എവിടെ? ഇന്ത്യക്ക് അകത്തും പുറത്തും. അതാണ് അതിന്റെ ലക്ഷ്യം. ന്യൂഡൽഹി തന്നെ ആസ്ഥാനം. സാഹിത്യ അക്കാദമി എന്ന് പറയുമ്പോൾ സാഹിത്യമാണ്, ഭാഷാ സാഹിത്യത്തിന്റെ ഉന്നമനമാണ് ലക്ഷ്യം വെക്കുന്നത്. ഇന്ത്യൻ ഭാഷാ സാഹിത്യത്തിന്റെ ഉന്നമനമാണ് ലക്ഷ്യം വെക്കുന്നത്. ആസ്ഥാനം ന്യൂഡൽഹിയാണ്. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ സംഗീത നാടക അക്കാദമിയുടെ കീഴിൽ വരുന്ന ഒരു സ്ഥാപനമാണ്. ന്യൂഡൽഹി തന്നെയാണ് ആസ്ഥാനം. നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, അവിടെ ബുക്ക് വരുന്നുണ്ടല്ലോ. അപ്പൊ എന്താണ്? കുറഞ്ഞ ചെലവിൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക, ഇന്ത്യൻ പുസ്തകങ്ങൾ സ്വദേശത്തും വിദേശത്തും പ്രോത്സാഹിപ്പിക്കുക, വായന വളർത്തുക എന്നുള്ളതൊക്കെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ. ആസ്ഥാനം ന്യൂഡൽഹി തന്നെയാണ്. ഇനി അടുത്തത് നമ്മുടെ വിദേശ നയങ്ങളെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ വിദേശ നയങ്ങൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ള നയങ്ങളാണ് അല്ലെ, ചേരിചേരാ നയവും അല്ലെ. അപ്പൊ ഇന്ത്യൻ വിദേശ നയം പറയുമ്പോൾ പ്രധാനമായിട്ടും ഇന്ത്യൻ വിദേശ നയത്തിന്റെ ശില്പി ആരാണ്? ഇന്ത്യൻ വിദേശ നയത്തിന്റെ ശില്പി എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആണ് അല്ലെ. ഇന്ത്യൻ വിദേശ നയത്തിന്റെ ശില്പി എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റുവിന്റെ ഒരു പ്രസംഗം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലോകത്തെ എല്ലാ ജനവിഭാഗത്തിന്റെയും സൗഖ്യവും സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തുന്ന വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരുമായും സൗഹൃദപരമായ സഹകരണമാണ് നമ്മുടെ ലക്ഷ്യം. കണ്ട, എല്ലാവരുമായിട്ടുള്ള സൗഹൃദപരമായിട്ടുള്ള സഹകരണമാണ് നമ്മുടെ ലക്ഷ്യം. ആരുമായും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഞങ്ങൾ തയ്യാറല്ലെന്നാണ് ലോകരാജ്യങ്ങളോട് ഉണർത്താനുള്ളത്. 1947 ജവഹർലാൽ നെഹ്റുവിന്റെ പ്രസംഗമാണ്. അപ്പൊ ഇത് ആരുടെ പ്രസംഗം എന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ജവഹർലാൽ നെഹ്റു ആണ് ഇത്തരത്തിൽ പറഞ്ഞിരിക്കുന്നത്. പ്രസംഗം ഞാൻ ഒന്നും കൂടി വായിക്കാം. ലോകത്തെ എല്ലാ ജനവിഭാഗത്തിന്റെയും സൗഖ്യവും സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തുന്ന വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരുമായിട്ടും സൗഹൃദപരമായ സഹകരണമാണ് നമ്മുടെ ലക്ഷ്യം. എല്ലാവരുമായിട്ടും അല്ലെ, ഒരാളെ മാറ്റി നിർത്തണില്ല, എല്ലാവരുമായിട്ടും സൗഹൃദപരമായിട്ടുള്ള സഹകരണമാണ് നമ്മുടെ ലക്ഷ്യം. ആരുമായും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഞങ്ങൾ തയ്യാറല്ലെന്ന് ലോകരാജ്യങ്ങളോട് ഉണർത്താനുള്ളത്. മനസ്സിലായേ? ആരുമായിട്ടും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഞങ്ങൾ തയ്യാറല്ല എന്നാണ് ലോകരാജ്യങ്ങളോട് ഉണർത്താനുള്ളത്. ആരാണ് പറഞ്ഞത്? ജവഹർലാൽ നെഹ്റുവിന്റെ പ്രസംഗമാണ് 1947. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ വിദേശ നയത്തിന്റെ ശില്പി ജവഹർലാൽ നെഹ്റു ആണ്. ഇനി പഞ്ചശീല തത്വങ്ങൾ അല്ലെ. പഞ്ചശീല തത്വങ്ങൾ ആരുമായിട്ടാണ് ഒപ്പുവെച്ചത്? ഇന്ത്യ ചൈനയുമായിട്ട് ഒപ്പുവെച്ചതാണ് പഞ്ചശീല തത്വങ്ങൾ എന്ന് പറയുന്നത്. അതായത് ചൈനയും ഇന്ത്യയും പാകിസ്ഥാനും പോലെ തന്നെ ഈ ചൈനയും ഇന്ത്യയും തമ്മിൽ സ്ഥിരമായിട്ട് നിരന്തരം ഈ അതിർത്തി തർക്കങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ. അതിനെ തുടർന്നിട്ട് ഇന്ത്യയും ചൈനയും യുദ്ധത്തിലാവുക ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ 1954 ഈ അതിർത്തി പ്രശ്നത്തിൽ ഒരു പരിഹാരം എന്നോണം ഒരു ഒപ്പിട്ട ഒരു കരാറാണ് പഞ്ചശീല തത്വങ്ങൾ എന്ന് പറയുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രിയായിട്ടുള്ള ചൗ എൻ ലായും ചേർന്നിട്ടാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെക്കുന്നത്. എന്നാണ് ഒപ്പുവെച്ചത്? 1954. ഇമ്പോർട്ടന്റ് ആണ്. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത് 1954.
ചൈനയുമായിട്ട് അതിർത്തി തർക്കം ഉണ്ടായപ്പോൾ ഇന്ത്യ ചൈന തമ്മിൽ ഒപ്പിട്ട കരാറാണ് പഞ്ചശീല തത്വങ്ങൾ. പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ചത് ചൗ എൻലായും നെഹ്റുവുമാണ്. ഇനി പഞ്ചശീല തത്വങ്ങളിലെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയായിരുന്നു? രാജ്യത്തിന്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക. ഓരോ രാജ്യത്തിന്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക, പരസ്പരം ആക്രമിക്കാതിരിക്കുക, ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക, സമത്വവും പരസ്പര സഹായവും പുലർത്തുക, സമാധാനപരമായിട്ടുള്ള സഹവർത്തിത്വം പാലിക്കുക. ഇതൊക്കെയാണ് പഞ്ചശീല തത്വങ്ങളിലെ നിർദ്ദേശങ്ങൾ. എത്ര? 5 തത്വങ്ങളാണ് അല്ലെ? 5. അതിന് പഞ്ചശീല തത്വങ്ങൾ എന്ന് പറയുന്നത് 5 തത്വങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തത് രാജ്യത്തിന്റെ അതിർത്തിനെയും പരമാധികാരത്തിനെയും പരസ്പരം അംഗീകരിക്കുക. രണ്ടാമത്തത് പരസ്പരം ആക്രമിക്കാതിരിക്കുക. മൂന്നാമത്തത് ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക. ആഭ്യന്തരം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പരസ്പരം ഇടപെടാതിരിക്കുക. അതുപോലെ സമത്വവും പരസ്പര സഹായവും പുലർത്തുക, സമാധാനപരമായിട്ടുള്ള സഹവർത്തിത്വം പാലിക്കുക. ഈ 5 തത്വങ്ങളെയാണ് പഞ്ചശീല തത്വങ്ങൾ എന്നറിയപ്പെടുന്നത്. 1954 നെഹ്റുവും ചൗ എൻലായുമാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത്. അതേപോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന മറ്റൊരു കാര്യമാണ് ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങൾ. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ, ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ള വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങൾ. നമ്മളിപ്പോൾ പഞ്ചശീല തത്വങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ഈ വിദേശ നയത്തിൽ, ഇന്ത്യയുടെ വിദേശ നയത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രധാന തത്വങ്ങൾ എന്തൊക്കെയാണെന്ന് അതും ഒരു സ്റ്റേറ്റ്മെന്റ് തരത്തിലൊക്കെ ചോദിക്കാൻ വളരെ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഒന്നാമത്തത് സാമ്രാജ്യത്വത്തോടും കൊളോണിയൽ വ്യവസ്ഥയോടുമുള്ള എതിർപ്പ്. ഇന്ത്യക്ക് എതിർപ്പായിരുന്നു അല്ലെ? നമുക്കറിയാം ഇന്ത്യ തന്നെ ഒരു കോളനി ആയിരുന്നു. ബ്രിട്ടൻ എന്ന് പറഞ്ഞൊരു സാമ്രാജ്യത്തിന്റെ ഒരു കോളനി ആയിരുന്നു ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് സാമ്രാജ്യത്വത്തോടും എതിർപ്പാണ്, കൊളോണിയൽ വ്യവസ്ഥയോടും എതിർപ്പാണ്. ഇനി വംശീയവാദത്തോടുള്ള വിദ്വേഷം, വംശീയവാദത്തോടുള്ള വിശ്വാസം, ഐക്യരാഷ്ട്ര സഭയിലുള്ള വിശ്വാസം, ഇന്ത്യക്ക് ഐക്യരാഷ്ട്ര സഭയിലുള്ള വിശ്വാസം, സമാധാനപരമായിട്ടുള്ള സഹവർത്തിത്വം, പഞ്ചശീല തത്വങ്ങള്, വിദേശ സഹായത്തിന്റെ ആവശ്യകതയിലുള്ള ഊന്നൽ, ചേരിചേരായ്മ. നമുക്കറിയുന്നതാണ്, നമ്മൾ ലോകമഹായുധങ്ങളൊക്കെ വന്ന സമയത്ത് ഇന്ത്യ കൈക്കൊണ്ട നടപടി എന്ന് പറയുന്നത് ചേരിചേരായ്മയായിരുന്നു. ഒരു സാമ്രാജ്യത്വ ശക്തിയുടെ കൂടെ നമ്മൾ ചേർന്നിട്ടുണ്ടായിരുന്നില്ല അല്ലെ? നമ്മൾ സ്വതന്ത്രമായിട്ട് നിൽക്കുകയാണ് ചെയ്തത്. ഒരു ചേരിചേരാ നയമാണ് നമ്മൾ സ്വീകരിച്ചത്. അപ്പൊ ഇതൊക്കെയാണ് ഇന്ത്യയുടെ വിദേശ നയത്തിലെ പ്രധാന തത്വങ്ങൾ. അതിൽ നമുക്ക് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് വിദേശ സഹായത്തിന്റെ ആവശ്യകതയിലുള്ള ഊന്നൽ. നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ സംശയം വരും, ഇത് നമ്മുടെ വിദേശ നയത്തിന്റെ തത്വമാണോ എന്നുള്ളൊരു സംശയം വരാൻ സാധ്യതയുണ്ട്. വിദേശ സഹായത്തിന്റെ ആവശ്യകതയിലുള്ള ഊന്നൽ, നമ്മൾ വിദേശ സഹായങ്ങൾ സ്വീകരിക്കാറുണ്ടല്ലേ, അപ്പൊ അതിലുള്ള ഊന്നൽ എന്ന് പറയുന്നതും ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വമാണ്. ഒന്നും കൂടി പറയാം. സാമ്രാജ്യത്വത്തോടും കൊളോണിയൽ വ്യവസ്ഥയോടുമുള്ള ഇന്ത്യയുടെ എതിർപ്പ്, വംശീയവാദത്തോടുള്ള വിദ്വേഷം, ഐക്യരാഷ്ട്ര സഭയിൽ ഇന്ത്യക്കുള്ള വിശ്വാസം, സമാധാനപരമായിട്ടുള്ള സഹവർത്തിത്വം, പഞ്ചശീല തത്വങ്ങള്, വിദേശ സഹായത്തിന്റെ ആവശ്യകതയിലുള്ള ഊന്നല്, ചേരിചേരായ്മ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന ഭാഗവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഇതിലെല്ലാതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാതെ ഒരു PSC എക്സാം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ടോപ്പിക് തന്നെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് നൽകി ആദ്യം തന്നെ പറഞ്ഞത്. അപ്പൊ ഇനി വരുന്ന ക്ലാസ്സുകളിലും കൂടുതൽ ടോപ്പിക്കുകൾ എടുക്കും. അടുത്ത PSC എക്സാം ഏതാണോ അതിൽ നമുക്ക് ജോലി നേടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി എല്ലാവരും നന്നായി പഠിക്കുക, നന്നായിട്ട് പരിശ്രമിക്കുക. കിട്ടുന്നതിൽ പരമാവധി സമയവും പഠനത്തിന് വേണ്ടി മാറ്റിവെക്കുക. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുള്ള വിശ്വാസത്തോട് നിർത്താണ്. എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും, അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റ് വായിക്കുക എന്നുള്ളത് വലിയൊരു സന്തോഷമാണ്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ നിർത്തുന്നു. നന്ദി.